അടുത്തത് ഡിഫിക്കൽട്ടി ആണ്. അഡാപ്റ്റ് ദ സ്കിൽ ലെവൽ, പ്രോബ്ലം ടൈപ്പ് ഓർ റൂൾ ഫോർ അപ്രോച്ചിങ് വർക്ക് അല്ലെ. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് ചലഞ്ച് ഇൻ ദ ടാസ്ക്, ഓരോ ടാസ്കിലെയും ആ ചലഞ്ചിങ് ലെവൽ എന്താക്കുക നമ്മൾ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്യുക. അതാണ് അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത്. അപ്പോ എന്താണ്, ഒരു പ്രോബ്ലം ആണെങ്കിൽ എന്താക്കും, അത് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഒരു പക്ഷെങ്കിൽ ആ ഒരു ക്ലാസിന്റെ, ആ കുട്ടി 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 10ാം ക്ലാസ്സിന്റെ ഒരു ആവറേജ് ലെവൽ എന്ന് പറയുന്നത് അവർ ജിയോമെട്രിയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവർ മീൻ മീഡിയം മോഡ് അത്തരത്തിലുള്ള അതൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഈ കുട്ടിക്ക് എന്താക്കുക, ബേസിക് ആയിട്ട് കൊടുക്കേണ്ടി വരിക. ആ കുട്ടിക്ക് അഡിഷൻ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ബേസിക്, അത്തരത്തിൽ ഉള്ള ഒരു ആവറേജ് ലെവൽ, ഒരു ബേസിക് ലെവലിലാണ് കുട്ടി കൊടുക്കുന്നത്. അത്തരത്തിൽ ഡിഫിക്കൽട്ടി, അവരുടെ ടാസ്കിന്റെ ഡിഫിക്കൽട്ടി നമ്മൾ എന്താക്കുക, മാറ്റം കൊടുക്കുക. അടുത്തൊന്നാണ് എന്ത്, ഔട്ട്പുട്ട് അല്ലെ. അഡാപ്റ്റ് ഹൗ സ്റ്റുഡന്റ് ഡെമോൺസ്ട്രേറ്റ് ലേണിംഗ്. അപ്പോ ഒരു കുട്ടി പഠിച്ചതിന് ശേഷം then how he has to demonstrate that. അപ്പൊ അത്തരത്തിൽ ഔട്ട്പുട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് അല്ലെ, ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആ കുട്ടി ഏത് രീതിയിലാണ് ആ കുട്ടി പഠിച്ചത് അവർ പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഒരു പക്ഷേ ഒരു കുട്ടിക്ക് എഴുതാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്തൊരു കുട്ടിയായിരിക്കും. അത്തരത്തിൽ എഴുതാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു കുട്ടി, ആ കുട്ടി എന്ത് ചെയ്യണം, ഓറൽ പ്രസന്റേഷൻ അല്ലെ, അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ചിത്രം വരക്കലായിരിക്കും, ചിലപ്പോ എന്താണ് പോസ്റ്റർ. അപ്പൊ അത്തരത്തിൽ ആ കുട്ടിക്ക് ഏത് രീതിയിലാണോ പിന്നെ അവരുടെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് പിന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാന്നുള്ളത് നോക്കി ആ രീതിയിൽ അവർ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. 7th one പാർട്ടിസിപ്പേഷൻ ആണ്. അഡാപ്റ്റ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എ ലേണർ ഈസ് ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ എ ടാസ്ക് അല്ലെ. അപ്പോ ഒരു ആക്ടിവിറ്റിയിൽ ഒരു കുട്ടി ഏത് ലെവലിൽ അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അത് അവരുടെ കപ്പാസിറ്റി അനുസരിച്ചും. ചില കുട്ടികൾക്ക് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് ലീഡിങ് കപ്പാസിറ്റി ഉണ്ടാവും. അത്തരത്തിന്റെ എക്സ്റ്റെന്റ് ലെവൽ എന്ന് പറയുന്നത് ലീഡിങ് കപ്പാസിറ്റിയാണ്. മറ്റൊരു കുട്ടിക്ക് ഒരു പക്ഷേ അവനിക്ക് അസൈൻ ചെയ്ത ഒരു ചെറിയ ടാസ്ക് മാത്രമേ ചെയ്യെങ്കിൽ ആ ഒരു ലെവൽ എന്താക്കുക, അവരുടെ ലെവൽ ഓഫ് ഇൻവോൾവ്മെന്റ് ഇൻ ആക്ടിവിറ്റി വി ഷുഡ് അറേഞ്ച് ദാറ്റ് ഓൾസോ. അപ്പോ അത്തരത്തിലൊരു അറേഞ്ച്മെന്റ് നടത്താന്നുള്ളതാണ്. അടുത്തൊരു പോയിന്റ് ആണ് എന്ത്, alternate options. So use the same materials but adapt the goals for outcome expectations. ഇവിടെ എന്ന് പറഞ്ഞാൽ സെയിം മെറ്റീരിയൽസ് തന്നെ ഉപയോഗിക്കുക, പക്ഷെ അതിന്റെ ലേണിംഗ് ഗോൾസ് അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ എന്താക്കുക, ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് നോക്കാം, ഒരു റീഡിങ് സ്റ്റോറി ബുക്ക് വീക്കിലി ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റിന് ഞാൻ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പറയാം നിങ്ങളോട്. അപ്പൊ സ്റ്റോറി ബുക്ക് റീഡിംഗ് ആണ് നമ്മൾ കൊടുക്കുന്ന ടാസ്ക്. കുട്ടികൾക്ക് എല്ലാവരും കൊടുക്കുന്നത് സ്റ്റോറി ബുക്സ് ആണ്. പക്ഷെ അവർ ആ സ്റ്റോറി വായിച്ചതിന് ശേഷം അവരുടെ ഔട്ട്കം നമ്മൾ നോക്കുന്നത് അവർ വ്യത്യസ്തമായ ആൾട്ടർനേറ്റീവ്സ് ആണ്. ചില കുട്ടികൾ ആ ഒരു ബുക്കിന്റെ സമ്മറി എഴുതണം, ചില കുട്ടികൾ ആ ബുക്ക് റിവ്യൂ എഴുതണം, ചില കുട്ടികൾ അവരുടെ എബിലിറ്റി അനുസരിച്ച് ഒരു ന്യൂ 10 വേർഡ്സ് വിത്ത് മീനിങ്, ചില കുട്ടികൾ 10 വേർഡ്സ് വിത്ത് 5 അഡ്ജക്റ്റീവ്സ്. അത്തരത്തിൽ ഓരോരുത്തരുടെയും ലെവൽ അനുസരിച്ച് എന്താക്കുക, ആ ഒരു പിന്നെ ടാസ്കുകൾ ആൾട്ടർനേറ്റ് ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. 6ാമത്താണ് കരിക്കുലം അല്ലെ. പ്രൊവൈഡ് എൻറ്റയർലി ഡിഫറെന്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് മെറ്റീരിയൽസ് ടു മീറ്റ് ഇൻഡിവിജ്വൽ ഗോൾസ്. ഇതെന്ന് പറഞ്ഞാൽ നോർമൽ കരിക്കുലമായിട്ട് ആ കുട്ടിക്ക് ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ ആ കുട്ടിക്ക് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെന്റ് കരിക്കുലം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിൽ അവന്റെ ഗോൾസ്, അവന്റെ എല്ലാം എന്തായിരിക്കും, എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും ഫ്രം നോർമൽ സ്റ്റുഡന്റ്. അപ്പൊ അത്തരത്തില് 9 ടൈപ്സ് ഓഫ് കരിക്കുലം അഡാപ്റ്റേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എന്താക്കാം, നമ്മുടെ ഈ ഒരു PPT കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടോ? നമുക്ക് ഈ ചാപ്റ്ററിന്റെ തന്നെ നെക്സ്റ്റ് ഒരു പ്രസന്റേഷൻ കൂടെയാണ്. ഞാനിത് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത് ഷെയർ ചെയ്യട്ടോ. സെക്കൻഡ്. ഓക്കെ, വിസിബിൾ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മള് മുമ്പോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ഏരിയ ആയിരുന്നു ഇത്. പിന്നെ യൂണിവേഴ്സൽ UDL അല്ലെ. UDL നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ്, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ അടുത്തത് ചർച്ച ചെയ്യുന്നത്. സെക്കൻഡ്. ഓക്കെ,
So a comprehensive guide for K through 12. K through 12 special education teachers and curriculum coordinators on designing inclusive, responsive and equitable classrooms from lesson planning to implementation. So എന്താണ് നമുക്ക് ഈ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ഇതിന്റെ കുറച്ചൊരു എന്താണ് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് മെയിൻ ഏരിയകളാണ് ഇതിൽ ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെന്റ്, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ, ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു പോവാണേ. ഓക്കെ, ഒന്ന് നോക്കാം. UDL was differentiated instruction, two complementary approaches. So understanding the distinction between these two framework is foundational to inclusive planning. അപ്പോ നമ്മൾ ഇത് കൃത്യമായ വ്യത്യാസം രണ്ടിനും ഉണ്ട് കേട്ടോ. യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഥവാ യൂണിവേഴ്സൽ ഡിസൈൻ എന്നാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ആ ഒരു യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്ക് കിട്ടുന്ന മെറ്റീരിയൽ അവർ പഠിക്കുന്ന വ്യത്യസ്തമായ രീതികളാണ് നമ്മൾ യൂണിവേഴ്സൽ ഡിസൈൻ ഫോർ ലേണിംഗ് എന്ന് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ആൻഡ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളതാണ് അടുത്ത ചർച്ച. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മനസ്സിലാക്കുകയാണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ UDL and DI. So UDL is a proactive macro level approach applied before instruction begins, while differentiated instruction DI is a reactive micro level strategy applied once specific student needs are identified. So നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും അല്ലെ, ആ ഒറ്റ പോയിന്റ് തന്നെ വളരെ വിശാലമായിട്ടത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ UDL എന്ന് പറഞ്ഞാല് അല്ലേ, നമ്മുടെ നിങ്ങൾക്കിവിടെ ആ ഒരു ബ്ലൂ കളറിൽ അതിൽ നിൽക്കുകയാണ് അല്ലെ. മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ, വാരിയസ് വേസ് ടു അക്വയർ ഇൻഫർമേഷൻ, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ, മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെന്റ്. ഈ വിഷയം നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞാണ്. അപ്പൊ വിശാലമായിട്ട് പറഞ്ഞാല് UDL എന്ന് പറഞ്ഞാല് ഇറ്റ്സ് എ പ്രോ ആക്റ്റീവ് അപ്രോച്ച് ആണ്. പ്രോ ആക്റ്റീവ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ. ഒന്ന് റിയാക്റ്റീവ്, മറ്റൊന്ന് പ്രോ ആക്റ്റീവ് ആണ്. പ്രോ ആക്റ്റീവ് എന്ന് പറയുമ്പോ ഇതില് കുട്ടികളുടെ ആവശ്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് അല്ലെ, ഓരോ കുട്ടികളുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു കാലിബർ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരു ജനറൽ ആയിട്ടൊരു പ്ലാൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിനാണ് ഈ UDL എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ടീച്ചേഴ്സ് എന്താക്കാണ്, ഇൻ അഡ്വാൻസ് അവർക്ക് ഒരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, UDL നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ജനറൽ ആയിട്ടാണ് ഇവിടെ ഒരു ലെസൺ പ്ലാൻ അല്ലെങ്കിൽ കരിക്കുലം ക്രിയേറ്റ് ചെയ്യുന്നത്. അവിടെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് ഇപ്പോ ഒരു കുട്ടി കംപ്ലീറ്റ്ലി ബാക്ക്വേർഡ് ആണ്, ഒരു കുട്ടി ആവറേജ് ആണ്, ഒരു കുട്ടി വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിനനുസരിച്ചിട്ടുള്ള ഒരു ടൂൾ ആയിരിക്കില്ല UDL ഉണ്ടാവും. UDL ജനറലി നമ്മൾ ഒരു സ്കൂളിൽ നമ്മൾ ഒരു പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് അവർക്ക് കിട്ടുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ലെസൺ പ്ലാൻ കരിക്കുലമാണ് UDL എന്ന് പറയുന്നത്. അതാണ് പ്രോ ആക്റ്റീവ് എന്ന് പറയുന്നത്. അത് ഒരുപാട് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അതൊരു ജനറൽ ആയിട്ടാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു മാക്രോ ലെവലാണ്. അതൊരു മാക്രോ എന്ന് പറഞ്ഞാൽ എന്താ, മാക്രോ ആൻഡ് മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളതായിരിക്കും, മൈക്രോ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിരിക്കും. അപ്പൊ ഇവിടെ മാക്രോ ആണ് ഈ UDL എന്ന് പറയുന്നത്. കാരണം ഇത് എല്ലാ കുട്ടികൾക്കും കൂടെ അപ്ലൈ ചെയ്യുന്ന ഒരു കരിക്കുലം, ഒരു സിസ്റ്റം ആണ് ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ ഒരു ഹോൾ ലെസൺ പ്ലാൻ ഫോർ എവ്രി വൺ അല്ലെ. ഒരു ലെസൺ അത് എല്ലാവർക്കും കൂടിയുള്ളതാണ് UDL എന്ന് പറയുന്നത്. സോ എന്തൊക്കെയാണ് UDL മെയിൻ പ്രിൻസിപ്പിൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞത്. അപ്പൊ UDL അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ 3 പോയിന്റ് മസ്റ്റ് ആയിട്ട് എഴുതണം. അതൊന്ന് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ ആണ് അല്ലെ. UDL ഈസ് ബേസ്ഡ് ഓൺ 3 കീ പ്രിൻസിപ്പിൾസ് അല്ലെ. മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ. അപ്പം മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ദ വാട്ട് ഓഫ് ലേണിംഗ് ആണ്. ദ വാട്ട് ഓഫ് ലേണിംഗ് അഥവാ നമ്മുടെ ഇൻഫർമേഷനെ നമ്മൾ ഇൻഫോം ചെയ്യുന്നതിന്, പ്രസന്റ് ചെയ്യുന്നതിന് ഡിഫറെന്റ് വേസ് ആണ് അല്ലെ. അപ്പൊ കുട്ടികൾ എന്താക്കാൻ പറ്റും, ആ ഒരു കണ്ടന്റിനെ വ്യത്യസ്ത രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാ കുട്ടികൾക്കും എല്ലാ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ ഓരോ കുട്ടികൾക്കും മാപ്റ്റായ രീതിയിൽ എന്താക്കാൻ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണം പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക്, ബുക്ക്, വീഡിയോസ്, ഓഡിയോസ്, അതുപോലെ തന്നെ ചാർട്ട്, ഡയഗ്രാം, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. നമ്മളൊരു വാട്ടർ സൈക്കിളിന്റെ വിഷയത്തിൽ ചില കുട്ടികൾക്ക് വീഡിയോ കാണേണ്ടി വരും, ചില ആളുകൾക്ക് ആക്ട് ഔട്ട് ചെയ്യേണ്ടി വരും, ചില ആളുകൾക്ക് ജസ്റ്റ് ബുക്ക് റീഡ് ചെയ്താൽ തന്നെ മനസ്സിലാവും. അപ്പൊ അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു കണ്ടന്റ് തന്നെ അല്ലെ ഒരു സാധനം തന്നെ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതാണ് ആദ്യത്തെ മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ, ദ വാൾ ഓഫ് ലേണിംഗ് എന്ന് ഉദ്ദേശിച്ചത്.
നിങ്ങൾക്ക് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് പ്രയാസമുണ്ടോ? ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ അത് ഭാഷ മനസ്സിലാകാൻ പറ്റാത്ത പ്രയാസമെങ്കിൽ പറയണം കേട്ടോ. സ്ലോ ആക്കണമെങ്കിൽ സ്ലോ ആക്കിയിട്ട് പോവാം. ഓക്കെ ആണോ? ഓക്കെ. ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പറയണേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോണ്ട് നിങ്ങൾക്ക് ബാക്കി എല്ലാ സബ്ജക്റ്റും കഴിഞ്ഞ് ഇനി നമ്മൾ കൂടെ ബാക്കിയില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഫൈൻ. നമുക്ക് ഇന്നും നാളെയും കൂടെ എന്താക്കാം മാക്സിമം എത്തിക്കും. അപ്പോ അത് കഴിഞ്ഞ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് റെപ്രസെന്റേഷൻ കഴിഞ്ഞ് രണ്ടാമത്തത് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എക്സ്പ്രഷൻ ആണ് അല്ലെ. ആൾട്ടർനേറ്റീവ് വേസ് ടു ഡെമോൺസ്ട്രേറ്റ് നോളജ്, വീഡിയോസ്, റോൾ പ്ലേ, ഓറൽ റെസ്പോൺസ്. അതാണ് അപ്പോ ദ ഹൗ ഓഫ് ലേണിംഗ്. അപ്പൊ കുട്ടികൾ അവർ പഠിച്ചത് കാരണം കുട്ടികൾ അത് ഏതൊക്കെ രീതിയിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നല്ലാതെ അവർ ഷോ ചെയ്യുന്നുള്ളതാണ് അല്ലെ. ദ വേ ദ സ്റ്റുഡൻസ് ഷോയിങ് ദ വാട്ട് ദേ ലേൺ. അവർ പഠിച്ചൊരു കാര്യം അവരെങ്ങനെയാണ് കാണിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും. ചില കുട്ടികൾ ആൻസർ എഴുതിയിട്ട്, ചില ആളുകൾക്ക് അതിന് പറ്റിയ എഴുത്തിന് ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ അത് ഓറലി ആയിരിക്കാം അല്ലെ. ഇനിയിപ്പോ റോൾ പ്ലേ ഓർ ആക്ടിങ്. അപ്പൊ നമ്മൾ ഈ റോൾ പ്ലേ ആക്ടിങ് എന്നുള്ളതൊക്കെ നമ്മൾ ഹൈ ലെവലുള്ള കുട്ടികളെ ഹയർ എഡ്യൂക്കേഷൻ ഒന്നും നമ്മൾ അതങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ഫ്രം ബേസിക്കലേ നമ്മൾ ചെറിയ കുട്ടികൾ മുതൽ അങ്ങനെ കണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് ഇതൊക്കെ ഒന്നും കൂടെ ഇമാജിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ലാസ്റ്റ് ആണ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെന്റ്. ഇത് മൂന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഈസി ഐഡിയ ആണ്. വൺ ഈസ് വാട്ട്, ദ സെക്കൻഡ് വൺ ഈസ് ഹൗ, ആൻഡ് തേർഡ് വൺ ഈസ് മൾട്ടിപ്പിൾ മീൻസ് ഓഫ് എൻഗേജ്മെന്റ്, ദ വൈ ഓഫ് ലേണിംഗ്. ദ വൈ ഓഫ് ലേണിംഗ് അഥവാ കുട്ടികൾ എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കണം, കുട്ടികൾ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കണം. അതായത് പഠനത്തിൽ നിന്ന് പിന്നോട്ടടിക്കാൻ അല്ലെങ്കിൽ താല്പര്യക്കുറവിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. അതിന് എല്ലാ രീതിയിലുള്ള അവന്റെ മടി, അലസത, മറ്റുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ അവനിങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടേയിരിക്കാം. അപ്പോ എപ്പോഴും അവരെന്താക്കണം, എൻഗേജ്ഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ സ്കൂളുകൾ എന്താക്കുക, കംപ്ലീറ്റ് ഒരു ലെക്ചറിങ് അല്ലാതെ ഗെയിംസുകളും ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഇപ്പൊ ഒരു ടോപ്പിക് നമുക്കൊരു പ്രൊജക്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് അവർക്ക് ചോയ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ ചേർക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാനൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ചില ദിവസം എല്ലാ ദിവസവും പഠിപ്പിക്കാൻ മടിയാവുമ്പോൾ ഞാൻ പറയും, നിങ്ങൾക്ക് ചില കുട്ടികൾക്കൊക്കെ കഥ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, ചില കുട്ടികൾക്ക് നല്ല കാർട്ടൂൺ ക്യാരക്ടേഴ്സിനൊക്കെ വരക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറയും അവരോട്, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, നിങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുക, അതെന്താണെന്ന് എന്നോട് പറയാം, എന്നിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളതാകുമ്പോൾ അവർ ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യും. അപ്പോ സെയിം ടൈം they are working their interest area, still they are improving their academic. അപ്പൊ അത്തരത്തിൽ നമുക്ക് എന്താക്കാൻ കഴിയും, പിന്നെ ഒരു എൻഗേജ്മെന്റ്, ഒരു മോട്ടിവേറ്റഡ് ആയിരിക്കും കുട്ടികൾ. അപ്പൊ ഇത് മൂന്ന് കാര്യങ്ങളാണ് എന്ത്, പിന്നെ UDL വരുന്നത്. പിന്നെ UDL നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇറ്റ് ഈസ് എ പ്രോ ആക്റ്റീവ് വൺ ആസ് വെൽ ആസ് ഇറ്റ്സ് എ മാക്രോ ലെവൽ. നിങ്ങൾ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടുത്ത് നോക്കാം DI അല്ലെ. വാട്ട് ഈസ് DI? So differentiated instruction DI നിങ്ങൾക്ക് കാണാം, തോമിൽസൺ 2003 നിങ്ങൾക്ക് കാണാം അല്ലെ. അപ്പൊ DI എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിയാക്റ്റീവ് അപ്രോച്ച് ആണ്. അപ്പോ ഈ റിയാക്റ്റീവ് അപ്രോച്ച് ആകുമ്പോൾ ടീച്ചേഴ്സ് എന്താണ് ചെയ്യുന്നത്, നമ്മുടെ UDL പ്രകാരമാണ് കുട്ടികൾക്ക് കരിക്കുലം ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അവരുടെ കണ്ടന്റ്സുകൾ, അവരുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് UDL പ്രകാരമാണ്. ലേറ്റർ ടീച്ചർ ഐഡന്റിഫൈങ് ദ സ്റ്റുഡൻസ് നീഡ്സ്, their level, their academic level, then teacher is going to adjust their teaching അല്ലെ. അപ്പൊ കുട്ടികളുടെ ഒരു സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് മനസ്സിലാക്കിയതിനു ശേഷം പിന്നീട് വരുന്ന മാറ്റങ്ങൾക്കാണ് എന്ത്, ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ അഥവാ DI ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇറ്റ്സ് എ മൈക്രോ പ്ലാനിങ് ആണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം എങ്ങനെയാണ് ഇത് മൈക്രോ പ്ലാനിങ് ആണത്. കാരണം എന്താ, ഇതില് UDL പോലെ ജനറലി ഫോക്കസ് ചെയ്യുന്നില്ല. ആവശ്യമായ കുട്ടികൾ, ആ UDL കൊണ്ട് ഓക്കെ ആവുന്ന അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവും. ആ കുട്ടികൾ ലെറ്റ് ഇറ്റ് ബി, അവരങ്ങനെ തന്നെ പോയിക്കോളും. അതല്ല, ഇതുകൊണ്ട് സ്ട്രഗിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താണ്, ഒരു സ്പെസിഫിക് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ചെറിയൊരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് ബാക്ക്വേർഡ് സ്റ്റുഡൻസ്, അത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മളൊരു മൈക്രോ പ്ലാനിങ്ങിനാണെന്ന് DI ഇൻസ്ട്രക്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇറ്റ്സ് എ റിയാക്റ്റീവ്, സെയിം ടൈം ഇറ്റ്സ് എ മൈക്രോ പ്ലാനിങ് ആണ്. അപ്പോ ഈ ഒരു ടോമിൽസൺ എന്താണ്, മോഡൽ ഓഫ് ഡിഫറൻഷിയേഷൻ 2023. അപ്പോ എന്താണ്, കാരലൻ ടോമിൽസൺ, ഇറ്റ്സ് എ ലേഡി ആണ്. അപ്പൊ 2003 കാലഘട്ടത്തിലാണ് ഈ ഒരു മോഡൽ ഓഫ് അഡാപ്റ്റിംഗ് ടീച്ചിങ്, അതായത് ഈ ഒരു DI ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ, ഈ ഒരു പിന്നെ ഒരു മെത്തേഡ് പിന്നെ മുമ്പോട്ടേക്ക് വെക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ പേരോടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെയും ഇതിലും എന്താണ്, ഈ DIയും എന്താണ് മെയിൻലി ഫോക്കസ് ഓൺ 3 elements, 3 എലമെന്റുകൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഈ DIയും. അതൊക്കെയാണ് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ UDL 3 കാര്യത്തിൽ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ DIയും. ഫസ്റ്റ് വൺ ഈസ് കണ്ടന്റ്, സെക്കൻഡ് വൺ ഈസ് പ്രോസസ്, ആൻഡ് തേർഡ് വൺ ഈസ് പ്രൊഡക്റ്റ്. സോ ഫസ്റ്റ് വൺ കണ്ടന്റ് അല്ലെ, വാട്ട് സ്റ്റുഡൻസ് ലേൺ, അത് തന്നെയാണ്. അപ്പൊ ആ കുട്ടിയുടെ ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ വാട്ടും വൈയും ഹൗവും തന്നെയാണ്. പക്ഷെങ്കിൽ അതൊക്കെ ഒന്ന് ജനറൽ ആയിരിക്കും, മറ്റൊന്ന് സ്പെസിഫിക് ആയിരിക്കും എന്നുള്ളതാണ്.
വാട്ട് സ്റ്റുഡന്റ് ലേൺ. അപ്പോ ആ കുട്ടിയുടെ അബിലിറ്റി അനുസരിച്ച് ആ കുട്ടി എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള മാറ്റമാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോ ഒരു പക്ഷേ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടി ഈസിയർ ആക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആക്കേണ്ടി വരും. അത്തരത്തിൽ അഡ്ജസ്റ്റ് എന്താണ് ലെസൺ ഡെപ്ത്, അവരുടെ ലെസൺ ഡെപ്തിനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. രണ്ടാമത്തതാണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഹൗ സ്റ്റുഡൻസ് ലേൺ ഇൻക്ലൂഡിങ് സ്കഫോൾഡിങ്, മോഡലിംഗ് ആൻഡ് ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് അല്ലെ. അപ്പോ ലേണിംഗ് ആക്ടിവിറ്റികൾ എന്താക്കുക, മാറ്റുക. അതുപോലെ തന്നെ അല്ലെ സ്കഫോൾഡിംഗ് അല്ലെ, ചില ടെമ്പററി സപ്പോർട്ടുകൾ എന്താക്കുക അവർക്ക് കൊടുക്കുക. അതുപോലെ തന്നെ അതായത് ഓരോ ടാസ്കിനനുസരിച്ച് ഏത് രീതിയിലാണ് മാറ്റങ്ങൾ എടുത്തേണ്ടത് അത്തരത്തിലുള്ള മാറ്റങ്ങൾ എന്താക്കുക അവർക്ക് കൊടുക്കുക. ചില കാര്യങ്ങളിൽ തന്നെ എക്സ്ട്രാ സപ്പോർട്ടുകൾ, ചിലപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡൻസുകൾ അല്ലെ, ചിലത് ഇൻഡിവിജ്വൽ വർക്കായിട്ട് ചെയ്യണം, ചിലത് ഗ്രൂപ്പ് വർക്കായിട്ട് ചെയ്യണം, ചിലതിന്റെ കണ്ടന്റ് കുറക്കണം. അത്തരത്തിലുള്ള രീതിയിലുള്ള ഹൗ സ്റ്റുഡന്റ് ലേൺ പ്രോസസ് എന്താക്കുക ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ തേർഡ് വൺ ഇസ് പ്രൊഡക്റ്റ് അല്ലെ. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് അല്ലെ. ഡിഫറെന്റ് വേ സ്റ്റുഡന്റ് പ്രസന്റ് ദർ അണ്ടർസ്റ്റാൻഡിങ്. ഇവിടെ തന്നെയും അത് നേരത്തെ ജനറലി ആയിട്ടുള്ളത് ഇവിടെ സ്പെസിഫിക് ആയിട്ട് മാറും എന്നുള്ളതാണ്. അത്തരത്തിൽ 3 കാര്യത്തിൽ പോയിന്റ് വരും. ഒന്നും കൂടെ ഞാൻ വിശദീകരിക്കുന്നു. ഇതാ കീ ഡിഫറൻസ് ബിറ്റ്വീൻ UDL ആൻഡ് DI. അപ്പൊ അപ്രോച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് പറയുന്നത്? ഒന്ന് അപ്രോച്ച് ആണ് അല്ലെ. അപ്രോച്ചിൽ വരുന്നത് പ്രോ ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ്. പ്രോ ആക്റ്റീവ് ആണ് UDL അല്ലെങ്കിൽ DI റിയാക്റ്റീവ് ആണ്. പിന്നെ അതിന്റെ ഒരു ഫീച്ചർ നോക്കുകയാണെങ്കിൽ അല്ലെ, സോറി പ്ലാനിങ് ലെവൽ നോക്കുകയാണെങ്കിൽ ഒന്ന് മാക്രോ ലെവലാണ് അല്ലെ. മാക്രോ ലെവലാണ് UDL, ഹോൾ ക്ലാസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് DI എന്നുള്ളത് മൈക്രോ ലെവലാണ്, ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ സ്മോൾ ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. പിന്നെ ടൈമിംഗ് എന്നുള്ള ഒന്നത് ബിഫോർ ടീച്ചിങ് ആണ്, മറ്റൊന്ന് ആഫ്റ്റർ ടീച്ചിങ് ആണ്. അത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ എന്താക്ക നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. സോ ഇന്റഗ്രേറ്റിംഗ് UDL DI ബെറ്റർ ടുഗദർ. ഓക്കെ, പറഞ്ഞു തന്നെ ഒന്ന് കുറച്ച് ഏരിയാസ് കൂടെ ക്ലിയർ ആക്കാനുണ്ട്. So these two approaches are not in competition, they are complementary together. They form the backbone of truly responsive instruction. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ UDLും DI എന്തല്ല ഒരു കോമ്പറ്റീഷൻ അല്ല, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ളതല്ല. രണ്ടും കൂടെ കൂടുമ്പോൾ ഒരു കോംപ്ലിമെന്ററി ആയിട്ടാണ്. രണ്ടും കൂടെ കൂടുമ്പോഴാണ് അത് നമുക്കൊരു ഒരു ബെറ്റർ ഇൻക്ലൂഷൻ നമുക്ക് റിസൾട്ട് ആയിട്ട് കിട്ടുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ UDL എന്ന് പറയുന്നത് ഫിക്സ് ലെസൺ ആണ്, DI എന്നുള്ളത് ഫിക്സ് ദ സ്റ്റുഡന്റ് ആണ് അല്ലെ. ആ ഭാഗം ഒന്നുകൂടി വായിച്ചുകൊണ്ട് ആവശ്യമില്ലാന്ന് തോന്നുന്നത്. ഞാൻ ജസ്റ്റ് വായിക്കാണ്. UDL ആന്റിസിപ്പേറ്റ്സ് ഡൈവേഴ്സ് ലേണേഴ്സ് നീഡ്സ് ബിഫോർ ഇൻസ്ട്രക്ഷൻ ബിഗിൻസ്. ഇതെന്താണ് ഇവിടെ മെൻഷൻ ചെയ്യാൻ കാണിച്ചാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പിന്നെ അതിനൊന്ന് പ്രതിപാദിച്ചിട്ടാണ് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ നോട്ട്സ് വന്നതാണ്. ഓക്കെ, അപ്പോ UDL anticipates diverse learner needs before instruction begins. Teachers proactively build multiple pathways into every lesson, giving students autonomy to choose how they access and demonstrate learning. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ അതായത് ഒരു ടീച്ചർ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലാസ് ബിഗിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് എന്താണ് മൾട്ടിപ്പിൾ വേസ് ഓഫ് ലേണിംഗ് എന്താണ് അവർക്ക് മുമ്പിൽ തുറന്നു വെച്ചതിന് ശേഷം അവർക്ക് എന്തുണ്ട് ആ ഒരു ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു ചൂസിങ് ഓപ്ഷൻ അല്ലെ, അവർക്ക് ഒരു ചോയ്സ് എന്തായിരിക്കും അവരുടെ മുന്നിലുണ്ടാവുന്നുള്ളതാണ്. അതാണ് UDL സംഭവിക്കുന്നത്. അപ്പോ DI വരുന്നത് DI modify instruction in response to needs identified during or after teaching. It's more teacher directed. The teacher prescribes a specific content or task based on individual readiness and performance data. അപ്പോ ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശേഷം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ക്ലാസ് തുടങ്ങിയതിന് ശേഷമായിട്ട് ടീച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് അല്ലെ, ടീച്ചർ ഓറിയന്റഡ് ആണ്. ഇവിടെ ടീച്ചർ എന്താക്കാണ് ചെയ്യുന്നത് കുട്ടിയുടെ എബിലിറ്റി അനുസരിച്ച് ശേഷം അതിന് വേണ്ട ആൾട്ടർനേഷൻസ് വരുത്തുന്നതാണ് DI എന്നുള്ളത്. സോ ദ ബോട്ടം ലൈൻ, towards the bottom line here, the choosing between UDL and DI is unnecessary. UDL drives proactive lesson design, DI ensures responsiveness to the individual. Both are essential to well designed, well implemented instruction. So രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു എന്താണ് വെൽ ഇംപ്ലിമെന്റഡ് ഇൻസ്ട്രക്ഷൻ, ഒരു ബെറ്റർ ഇൻക്ലൂഷൻ നമുക്ക് കാണാൻ കഴിയുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ കഴിഞ്ഞു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. അനി കുറച്ച് ഈസി ഏരിയ ആണ് ഇതൊക്കെ കേട്ടോ. സ്ട്രാറ്റജീസ് ഫോർ ടീച്ചിങ് ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. അപ്പൊ കുറെ സ്ട്രാറ്റജീസ് ഇങ്ങനെ പറയാണ്. അപ്പൊ ഇതൊക്കെ ഡയറക്റ്റ് ചോദ്യം വരാൻ സാധ്യത, ഓൾറെഡി ചോദ്യത്തിന്റെ ഒരു സ്വഭാവം മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഡയറക്റ്റ് തന്നെ ചോദ്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടാവും. ഓക്കെ, അപ്പൊ നോക്കുക എന്തൊക്കെയാണ് സ്ട്രാറ്റജീസ് തോന്നുന്നത്.
So effective inclusive teaching means every student regardless of ability can access, engage with and succeed in the learning environment. The student evidence based on strategies form a practical toolkit for inclusive education. So ഒരു എവിഡൻസ് ബേസ്ഡ് സ്ട്രാറ്റജീസ് ആണ് താഴെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഒന്നാമത്തെ പറയുന്നത് നോ യുവർ സ്റ്റുഡന്റ് ആണ് അല്ലെ. ഒന്നാമത്തെ പറയുന്നത് നോ യുവർ സ്റ്റുഡന്റ്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ഈച്ച് സ്റ്റുഡന്റ് സ്ട്രെങ്ത്, ചാലഞ്ചസ് ആൻഡ് ലേണിംഗ് പ്രിഫറൻസസ് ആസ് എ ഫൗണ്ടേഷൻ ഫോർ ഓൾ പ്ലാനിങ്. അപ്പൊ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിന് ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താണ് അവര് ഒരു പ്രൊഫഷണൽസ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആദ്യത്തെ സ്ട്രാറ്റജി എന്നുള്ളത് സ്റ്റുഡൻസിന് അറിയാന്നുള്ളതാണ് അല്ലെ. അവരുടെ സ്ട്രെങ്ത് എന്താണ്, അവരുടെ വീക്ക്നെസ് എന്താണ്, അവരുടെ ലേണിംഗ് സ്റ്റൈൽ എന്താണ്, അത്തരത്തിലൊരു കുട്ടിയെ തിരിച്ചറിയാന്നുള്ളതാണ്. നോ യുവർ സ്റ്റുഡന്റ് ആണ് ദ ഫോർമേറ്റീവ് സ്ട്രാറ്റജി. Then the second one is apply UDL principles. നമ്മൾ UDL ഓൾറെഡി പറഞ്ഞില്ലേ. plan lessons with multiple ways of presentation, multiple ways of engaging and multiple ways of expression. അത്തരത്തിലൊരു UDL നമ്മൾ എന്താ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ടാസ്ക് എന്താണ്? ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള DI ആണ് ഇവിടെ, അഥവാ tailored content, process and product to meet each learner's current readiness, interest and profile. സോ ഓരോ കുട്ടികൾക്ക് അനുസരിച്ച് എന്താക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കണ്ടന്റ്, പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് അതിനെന്താക്കുക അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജി എന്നുള്ളത്. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ കൊളാബറേറ്റ് വിത്ത് സ്പെഷ്യലിസ്റ്റ് അല്ലെ. അങ്ങനെ സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് എന്താ കൊളാബറേറ്റ് ചെയ്യാന്നുള്ളതാണ്. പാർട്ണർ വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആൻഡ് occupational therapist for integrated support. അപ്പോ ആ കുട്ടിക്ക് വേണ്ട രീതിയിൽ അവർ വർക്ക് ചെയ്യില്ല. വർക്ക് വിത്ത് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ്, അതുപോലെ തന്നെ തെറാപ്പിസ്റ്റുകൾ, സപ്പോർട്ടിങ് സ്റ്റാഫുകൾ, അത്തരത്തിലുള്ള ആളുമായിട്ട് എന്താക്കുക, സ്പെഷ്യലിസ്റ്റുകളുമായിട്ട് എന്താക്കുക കൊളാബറേറ്റ് ചെയ്യാന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്നുള്ളത് ഫോസ്റ്റർ പോസിറ്റീവ് കൾച്ചർ ആണ് അല്ലെ. So actively promote respect, empathy and belonging so that all students feel valued and safe to learn. So ഇവിടെ എന്താക്കുക, ഒരു പോസിറ്റീവ് ക്ലാസ് റൂം കൾച്ചർ എന്താക്കുക വളർത്തിയെടുക്കുന്നതാണ്. പരസ്പര റെസ്പെക്ട്, എംപതി, അതുപോലെ തന്നെ അക്സെപ്റ്റൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം എന്താക്കുക പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ആറാമത്തല്ല യൂസ് അസിസ്റ്റീവ് ടെക്നോളജി അല്ലെ. ഇൻകോർപ്പറേറ്റ് ടെക്സ്റ്റ് ടു സ്പീച്ച്, ഗ്രാഫിക് ഓർഗനൈസേഴ്സ് ആൻഡ് അതർ ടൂൾസ് ടു റിമൂവ് ആക്സസ് ബാരിയേഴ്സ് ഫോർ ഡൈവേഴ്സ് ലേണേഴ്സ്. സോ ടെക്സ്റ്റ് ടു സ്പീച്ച് ടൂളുകൾ, അതുപോലെ തന്നെ സ്പീച്ച് ടു ടെക്സ്റ്റ് ടൂളുകൾ, ഗ്രാഫിക് ഓർഗനൈസർ, അത്തരത്തിലുള്ള എന്താക്കുക അസിസ്റ്റീവ് ടെക്നോളജികൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ഈസിയാണ്. നിങ്ങൾ എന്താക്കുക പോയിന്റുകൾ കറക്റ്റ് നോക്കി വെക്കുക. നമുക്ക് ഇപ്പൊ ഇതൊക്കെ സിമ്പിൾ അല്ലേ എന്ന് കരുതി വെച്ച് എക്സാമിന് മുമ്പ് ചിലപ്പോൾ ഒന്നും ഓർമ്മ വരില്ല. സിമ്പിൾ ടു പിന്നെന്താണ് ടേംസുകളാണെങ്കിലും. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ എഴുതുന്നുണ്ടോ? എഴുതുന്ന ആൾക്കാരുണ്ടോ? ആരെങ്കിലും ഒക്കെ ഇതിൽ എഴുതുന്നുണ്ടോ? ഓക്കെ ഫൈൻ. Then more strategy is from flexible grouping to family engagement. അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, പറഞ്ഞു പോവാം. അടുത്ത എന്താണ്? ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് ആൻഡ് peer support ആണ് അടുത്തൊരു പോയിന്റ്. ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് ആൻഡ് peer support. So rotate student groups based on the task and the current needs. Use peer tutoring and cooperative learning to deepen understanding for both tutor and tutee. അപ്പൊ ഇതാണ് ആദ്യത്തെ കാര്യം. സോ നമുക്കറിയാം അല്ലെ, ഓരോ ടാസ്കുകളും വ്യത്യസ്തപരമായിരിക്കും. എല്ലാ ടാസ്കുകളും ഒന്ന് തന്നെ അല്ല അല്ലെ. ഓരോ സബ്ജക്റ്റിനനുസരിച്ചിട്ട് ഓരോ ടാസ്കുകളും ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ എല്ലാപ്പോഴും ഒരൊറ്റ തരത്തിലെ ഗ്രൂപ്പുകളല്ലാതെ ഓരോ ടാസ്കിന്റെയും സ്വഭാവം അനുസരിച്ചുകൊണ്ട് എന്താക്കുക ഗ്രൂപ്പിനെ തരംതിരിക്കാം അല്ലെ. ആ ടാസ്ക് ടൈപ്പ് അനുസരിച്ച്, സ്റ്റുഡൻസിന്റെ നീഡ് അനുസരിച്ച്, ലേണിംഗ് ഗോൾ അനുസരിച്ച് എന്താക്കുക ഗ്രൂപ്പിനെ തരംതിരിക്കുക എന്നതാണ്. ഇംപ്ലിമെന്റ് ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്ട്രാറ്റജി എന്നുള്ളത്. നെക്സ്റ്റ് ഒന്ന് പിയർ സപ്പോർട്ട് ആണ് അല്ലെ. പിയർ ട്യൂട്ടറിങ്. അത് ആ ഒരു പിയർ ലേണിംഗ് എന്താണെന്നത് അടുത്തൊരു ഈ ചാപ്റ്ററിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് അത് വിശദീകരിച്ച് പോകുന്നുണ്ട്. അല്ല ഈ ചാപ്റ്ററിൽ തന്നെയാണ് എന്താണ് പിയർ ലേണിംഗ് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് പോകുന്നത്. അപ്പോൾ ഏതായാലും പിയർ സപ്പോർട്ട് എന്താക്കുക നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സ്ട്രാറ്റജി. അപ്പൊ ഗ്രൂപ്പ് ലേണിംഗുകൾ, കോപ്പറേറ്റീവ് ടാസ്കുകൾ, അതുപോലെ തന്നെ പിയർ ട്യൂട്ടറിങ്, ഇത്തരത്തിലുള്ള പിയർ സപ്പോർട്ട് എന്താക്കുക എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ പറയുന്നത് മോണിറ്റർ പ്രോഗ്രസ് ആൻഡ് മോഡിഫൈ അസസ്മെന്റ്സ് അല്ലെ. യൂസ് ഫോർമാറ്റീവ് അസസ്മെന്റ്സ് റെഗുലർലി ടു ട്രാക്ക് ഗ്രോത്ത് ആൻഡ് അഡ്ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ. Offer alternative ways, presentations, portfolios, demonstrations for students to show mastery. So ഇവിടെ എന്താക്കുക മോണിറ്റർ പ്രോഗ്രസ് റെഗുലർലി എന്നല്ലെങ്കിലും ഫോർമേറ്റീവ് ആയിക്കൊണ്ട് അല്ലെ. സമ്മേറ്റീവ് അല്ലാതെ ഒരു ടേം എൻഡിലോ അല്ലെങ്കിൽ ഇയർ എൻഡിലോ എക്സാം നടത്താതെ ആ കുട്ടികൾക്ക് എന്താക്കുക ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ക്വിസസ് ചോദിക്കാം,
കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ഇന്ന് ചോദിക്കുക, ആദ്യത്തെ ഒരു 5 മിനിറ്റ് അത്തരത്തിൽ എന്താക്കുക, കൃത്യമായി ഒബ്സർവേഷൻസ് നടക്കുക, അതിന്റെ ക്ലാസ് ആക്ടിവിറ്റി അത്തരത്തിൽ എന്താക്കുക, ഒരു അവരുടെ അസസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് എന്താക്കുക, കൃത്യമായിട്ട് അവരുടെ പ്രോഗ്രസ് മനസ്സിലാവുകയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് എന്താക്കുക, നമ്മുടെ ടീച്ചിങ് ഐഡിയകളിൽ മെറ്റീരിയൽസിൽ എന്താക്കുക, മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതാണ് അസസ്മെന്റ് എന്താക്കുക, മോഡിഫൈ ചെയ്യാന്നുള്ളതും പ്രോഗ്രസ് റെഗുലർ ആയിട്ട് നടത്തുക എന്നുള്ള കാര്യം. പിന്നെ അടുത്തെന്താണ് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ബേസിലാണ് പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോ ഇത് ഓരോന്നും ഓരോ സെപ്പറേറ്റ് പോയിന്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫ്ലെക്സിബിൾ ഗ്രൂപ്പിംഗ് എന്നുള്ളത് ഒരു പോയിന്റ് ആണ്, അതുപോലെ തന്നെ പിയർ സപ്പോർട്ട് എന്നുള്ളത് നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ്, ആക്റ്റീവ് ലേണിംഗ് എന്നുള്ള മറ്റൊരു പോയിന്റ് ആണ്. അങ്ങനെ പോയിന്റുകളാണ് ഇതിൽ ഇങ്ങനെ കൊടുത്ത് നോക്കണ്ട കേട്ടോ. നിങ്ങളത് ഓരോ പോയിന്റ് സെപ്പറേറ്റ് എഴുതുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സോ ആക്റ്റീവ് ലേണിംഗ് ആൻഡ് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് അല്ലെ. അപ്പോ ആക്റ്റീവ് ലേണിംഗ്, അപ്പൊ കുട്ടികൾ എന്താക്കുക, ഹാൻഡ് ഓൺ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ എക്സ്പെരിമെന്റുകൾ, അതുപോലെ തന്നെ റോൾ പ്ലേ, അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താക്കുക, ആക്റ്റീവ് ലേണിംഗ് എന്താക്കുക, കുട്ടികൾ എന്താക്കുക, പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. എന്താണ് ഈ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാല് എൻകറേജ് ഗുഡ് ബിഹേവിയർ ആൻഡ് എന്താണ് എഫേർട്ട് ത്രൂ പ്രൈസ്, റിവാർഡ്സ്, റെക്കഗ്നീഷൻ അല്ലെ. അപ്പൊ കുട്ടികളുടെ ഇടയിൽ നിന്ന് നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, നല്ല രീതിയിൽ ഏതെങ്കിലും പിന്നെ പ്രോഗ്രസ് കാണുമ്പോൾ അതിന് കൃത്യമായിട്ട് എന്താക്കുക, കുട്ടികൾ നല്ല ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾക്ക് എന്താക്കുക, അവരെ പ്രൈസ് ചെയ്യുക അല്ലെ. അവർക്ക് ചില ഗിഫ്റ്റുകളൊക്കെ ചെറിയ തരത്തിലുള്ള ക്ലാസ് റൂം കൊടുക്കാൻ പറ്റുന്ന ഗിഫ്റ്റുകളൊക്കെ കൊടുത്ത് എന്താക്കുക, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാം. ഇപ്പോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നോട്ട്ബുക്കിൽ ഇപ്പോ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഓൾ ദ നെഗറ്റീവ്സ്, എന്തൊക്കെയാണ് തെറ്റുകൾ എന്ന് മാത്രം എഴുതുന്നതിന് പകരം എന്താക്കുക, നമ്മൾ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ ചില സ്റ്റാറുകളൊക്കെ ഒട്ടിച്ച് അത്തരത്തിൽ എന്താക്കുക, പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ്. അതാണ് എന്ത് പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ്. പിന്നെ അടുത്താണ് അഡാപ്റ്റ് ദ എൻവയോൺമെന്റ് ആൻഡ് എൻഗേജ് ഫാമിലീസ്. ഇതാണ് അടുത്തൊരു പോയിന്റ് അല്ലെ, ഒരു ഫിസിക്കൽ എൻവയോൺമെന്റ്. അപ്പൊ കുട്ടികൾക്ക് എന്താക്കുക, ക്ലാസ് റൂം ഒരു ആക്സസിബിൾ ആണ്, അതുപോലെ തന്നെ ഓർഗനൈസ്ഡ് ആണ്, അതുപോലെ തന്നെ എന്താണ് ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്താം. അതാണ് ഒരു എൻവയോൺമെന്റ് എന്താക്കുക, അഡാപ്റ്റബിൾ ആക്കി മാറ്റുക എന്നുള്ളത്. പിന്നെ അവസാനത്തെ പോയിന്റ് ആണ് എൻഗേജ് ഫാമിലീസ് അല്ലെ. അഥവാ കൃത്യമായിട്ട് എന്താക്കുക, മെയിൻറ്റെയിൻ റെഗുലർ കമ്മ്യൂണിക്കേഷൻ വിത്ത് പാരന്റ്സ് ആൻഡ് കെയർ ഗിവേഴ്സ് ടു ഇംപ്രൂവ് ലേണിംഗ് അറ്റ് ഹോം. കൃത്യമായിട്ട്, അപ്പോ അതെല്ലാ കുട്ടികളും കൃത്യമായിട്ട് വേണ്ടതാണ്. മെയിൻലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ വിഷയത്തിലേക്ക് ഡെയിലി എന്താണ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അത് വെറുതെ ആർക്കോ വേണ്ടിയിട്ട് കുട്ടി ഡെയിലി സ്കൂൾ വരുന്നു പോകുന്നു, പാരന്റ്സ് മറ്റൊരു ഭാഗത്ത്, ടീച്ചേഴ്സ് മറ്റൊരു ഭാഗത്തായി കഴിഞ്ഞാൽ അതിനൊന്നും എന്തായാലും റിസൾട്ട് ഉണ്ടാവില്ല. ആർക്കോ വേണ്ടിയിട്ട് അല്ലെ, ആർക്കോ വേണ്ടി നാം മാത്രമായി ചെയ്യുന്ന കുറെ കാര്യങ്ങളായിട്ട് പോകും. സോ കീപ് എ കണക്ഷൻ വിത്ത് അല്ലെ, കീപ് ഇൻ ടച്ച് വിത്ത് പാരന്റ്സ് ആൻഡ് കെയർ ഗിവേഴ്സ്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് എന്ത് സ്ട്രാറ്റജീസ് പറയുന്നത്. ഏകദേശം 10, 12, 14 കറക്റ്റ് എണ്ണം അറിയില്ല, നിങ്ങൾ നോക്കണം. സ്ട്രാറ്റജീസ് പറയുന്നുണ്ട് ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ. അപ്പൊ നോക്കാതെ ഓക്കെ, ഇൻക്ലൂസീവ് ക്ലാസ് റൂമിന്റെ സ്ട്രാറ്റജീസ്. ഇനി നെക്സ്റ്റ് പോയിന്റ് പോവാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് പിയർ ട്യൂട്ടറിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാണ് പിയർ ട്യൂട്ടറിംഗ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ. സോ ഇത് അടുത്തൊരു ഭാഗമാണ് കേട്ടോ. നമ്മുടെ UDL DI കഴിഞ്ഞു, അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിന്റെ സ്ട്രാറ്റജീസ് കഴിഞ്ഞു. അത് മറ്റൊരു പോയിന്റ് ആണ്. അടുത്തൊരു പോയിന്റ് ആണ് എന്ത്, കോപ്പറേറ്റീവ് ലേണിംഗ്, പിയർ ട്യൂട്ടറിംഗ്, അതുപോലെ അത്ര കാര്യങ്ങളിലേക്ക് വരാം. സോ എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ്? കോപ്പറേറ്റീവ് ലേണിംഗ് നമുക്കറിയാം അല്ലെ. അതൊരു എന്താണ് സ്മോൾ ഗ്രൂപ്പ്സ് വർക്ക് ടുഗദർ ടുവേർഡ്സ് എ ഷെയർഡ് ഗോൾ. So there are 4 core elements define authentic cooperative learning. അപ്പൊ ഇതൊരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ് അല്ലെ. ഒരു ഇൻസ്ട്രക്ഷണൽ സ്ട്രാറ്റജിയാണ്. കുട്ടികൾ എന്താക്കുക, പിന്നെ ചെറിയ ഗ്രൂപ്പുകളിലായിട്ട് തരംതിരിഞ്ഞുകൊണ്ട് ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുക. ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മോൾ ഗ്രൂപ്പായി ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ളത്. അപ്പോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ ഗ്രൂപ്പ് വർക്ക് അല്ലെ. ഇതൊരു ഗ്രൂപ്പ് വർക്ക് നമുക്ക് പറയാൻ പറ്റില്ല, മറിച്ച് ഇറ്റ്സ് എൻ ഇൻസ്ട്രക്റ്റഡ് ടീം വർക്ക് വിത്ത് ഷെയർഡ് റെസ്പോൺസിബിലിറ്റി അല്ലെ. ഇതൊരു ടീം വർക്ക് ആണ്.
ഇതിൽ രണ്ട് കുട്ടികൾ വെറുതെ ഇരുന്നാൽ എന്താവില്ല, ഒരുപക്ഷെ ഗ്രൂപ്പ് മൊത്തം എന്താവും, ഫെയിൽ ആവും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരത്തിലൊരു കോപ്പറേറ്റീവ് ലേണിംഗ് തന്നെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി ആണ് ഇവിടെ. സോ എന്തൊക്കെയാണ് നമ്മളെ കോർ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 4 കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് വൺ, പോസിറ്റീവ് ഇന്റർ ഡിപ്പെൻഡൻസ്. സോ സ്റ്റുഡൻസ് സക്സീഡ് ഓൺലി വെൻ ദ ഗ്രൂപ്പ് സക്സീഡ്. അപ്പൊ കുട്ടികൾക്ക് മനസ്സിലാണല്ലേ, ദേ ക്യാൻ സക്സീഡ് ഓൺലി ഇഫ് ദ ഗ്രൂപ്പ് സക്സീഡ്. അപ്പൊ കുട്ടികള് ആ ഒരു ടാസ്കിൽ കംപ്ലീഷൻ, അവർ സക്സസ് ആണെങ്കിൽ അവരെ ഗ്രൂപ്പ് സക്സസ് ആണ്. അവരെ ഗ്രൂപ്പ് സക്സസ് ആവണമെങ്കിൽ അവരുടെ കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവർ എന്താക്കണം, അതില് പിന്നെ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റികൾ എന്താണ്, കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. അപ്പോ സ്വാഭാവികമായിട്ടും ഈ കോപ്പറേറ്റീവ് ലേണിംഗില് ഒരു ടാസ്കില് അതിന്റെ സബ് ഡിവിഷൻസ് ആക്കി തിരിച്ചുകൊണ്ട് ഓരോ കുട്ടികൾക്കും ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നു കൊണ്ട് അതിനെയൊക്കെ ഷെയർ ചെയ്ത് പഠിച്ചുകൊണ്ടാണ് ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് വരുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു കീ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇന്റർ ഡിപ്പെൻഡൻസ് ആണ് അല്ലെ. പരസ്പരം എല്ലാവർക്കും ആ ഒരു ബോധം വരണം. വെൻ ഓൺലി ദ ഗ്രൂപ്പ് സക്സസ്, ദെൻ ഓൺലി ഈച്ച് ഇൻഡിവിജ്വൽ ക്യാൻ സക്സസ്. രണ്ടാമത്തെ പോയിന്റ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ആണ്. സോ ഇവിടെ ഈച്ച് മെമ്പർ ഓൺസ് ദെയർ കോൺട്രിബ്യൂഷൻ ആൻഡ് മാസ്റ്ററി. അപ്പോ ഇവിടെ എന്താണ്, ഈ സ്റ്റുഡന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദെയർ ഓൺ ലേണിംഗ് ആൻഡ് ദെയർ ഓൺ കോൺട്രിബ്യൂഷൻ. അപ്പൊ അവർക്ക് പഠനത്തിന് കൊടുക്കാൻ പറ്റിയ ഏരിയ ഉണ്ടാവും, കൊടുത്ത ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ മറ്റൊരു കുട്ടി നോക്കില്ല, അത് ആ കുട്ടിയുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ്. സോ അവർ ഓരോരുത്തരും എന്താണ്, അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ആണ്. മൂന്നാമത്തെ ഒരു പോയിന്റ്. സോ എവ്രി വോയിസ് ഹാസ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു കോൺട്രിബ്യൂട്ട് അല്ലെ. അപ്പോ എല്ലാ കുട്ടികൾക്കും എന്താണ്, ഒരു ഫെയർ ചാൻസ് കിട്ടുന്നുണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അവർ ഏതൊരു തരത്തിൽ അല്ലെങ്കിൽ അത് ഏതൊരു റേഷ്യോ, ഏതൊരു ഡിഗ്രിയിൽ അവരത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. സോ അതാണ് ഫെയർ ചാൻസ് ടു കോൺട്രിബ്യൂട്ട്. നാലാമത്തെ പോയിന്റ് സിമൾട്ടാനിയസ് ഇന്ററാക്ഷൻ അല്ലെ. ഹൈ പെർസെന്റേജ് ഓഫ് സ്റ്റുഡൻസ് ആക്റ്റീവ്ലി എൻഗേജ് അറ്റ് ദ സെയിം ടൈം. കുട്ടികൾ ഒരേ സമയം തന്നെ എല്ലാ കുട്ടികളുടെയും എൻഗേജ്മെന്റ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 4 കീ പ്രിൻസിപ്പിൾസ് ആണ് കോപ്പറേറ്റീവ് ലേണിംഗിന് ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ട് വിചാരിക്കും. അടുത്തൊന്ന് പറയുന്നത് പിയർ ട്യൂട്ടറിംഗ് അല്ലെ. സോ പിയർ ട്യൂട്ടറിംഗ് ബൂസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെന്റ്, സോഷ്യൽ സ്കിൽസ് ആൻഡ് സെൽഫ് എസ്റ്റീം ഫോർ ബോത്ത് ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. കീ മോഡൽസ് ഇൻക്ലൂഡ്. സോ അതൊക്കെയാണ് കീ മോഡൽസ് നമ്മൾ പറയാം. അപ്പൊ പിയർ ട്യൂട്ടറിംഗ് നമുക്കറിയാം അല്ലെ. പിയർ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, ഇറ്റ്സ് എ സ്ട്രാറ്റജി. ഒരു സ്റ്റുഡന്റ് മറ്റൊരു സ്റ്റുഡന്റിനെ ഒരു കോൺസെപ്റ്റോ അല്ലെങ്കിൽ മറ്റൊരു സ്കില്ലോ പഠിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതിനാണ് അല്ലെ. അപ്പൊ ഇതിൽ ട്യൂട്ടർ ഉണ്ടാവും, ഒരു ട്യൂട്ടി ഉണ്ടാവും. ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ ദ ഹെൽപ്പിംഗ് സ്റ്റുഡന്റ് ആണ് ട്യൂട്ടർ. ദെൻ ദ ലേണിംഗ് സ്റ്റുഡന്റ് ഈസ് ട്യൂട്ടി. ഇതാണ് ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി. ഓക്കെ, സോ എന്താണ് അപ്പോ ഇതിന്റെ വ്യത്യസ്ത തരങ്ങളുണ്ട്. ഇവിടെ എന്തിനാണ് ഈ ഒരു പിയർ ട്യൂട്ടറിംഗ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വെറും പഠനം മാത്രമല്ല, പഠനത്തിലപ്പുറം അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസുകൾ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ്, അതുപോലെ കുട്ടികൾക്കിടയിൽ ഒരു സോഷ്യൽ റിലേഷൻഷിപ്സ് ഇമോഷണൽ ആയിട്ട് ഒരു ബിൽഡ് ആവുന്ന അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഏതൊക്കെയാണ് മോഡൽസ് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് പിയർ ട്യൂട്ടറിംഗ് അല്ലെ. ഫസ്റ്റ് വൺ എന്നത് ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ് ആണ്. ക്രോസ് ഏജ് ആണ്. സോ ക്രോസ് ഏജ് എന്ന് പറഞ്ഞാൽ ഓൾഡർ സ്റ്റുഡൻറ് സപ്പോർട്ട് യങ്ങർ ലേണേഴ്സ്, അതാണ് ക്രോസ് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പിന്നെ ട്യൂട്ടർ ആരായിരിക്കും, പിന്നെ ഒരു വലിയ കുട്ടിയായിരിക്കും, വലിയ ക്ലാസ്സിൽ ഒരു 10ാം ക്ലാസ്സിലെ കുട്ടി ഒരു 6ാം ക്ലാസ്സിലെ കുട്ടീനെ എന്താക്കാണ് പഠിപ്പിക്കുന്നതാണ് ക്രോസ് ഏജ് പിയർ ട്യൂട്ടറിംഗ് പറയുന്നത്. രണ്ടാമത്തെ മോഡൽ എന്ന് പറയുന്നത് പൾസ് അഥവാ പിയർ അസിസ്റ്റഡ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. പിന്നെ ഈ ടൈപ്സുകളൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഏറെക്കുറെ എല്ലാം കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ പിയർ അസിസ്റ്റഡ് ലേണിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് റീഡിംഗ് ഓഫ് മാത്ത് കോച്ചിങ് വിത്ത് റോൾ റൊട്ടേഷൻ. സോ ഇവിടെയാണ് ഒരു സ്ട്രക്ചേർഡ് മെത്തേഡ് ആണ്. കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് റീഡിങ്ങിലും അതുപോലെ തന്നെ മാത്ത് പ്രോബ്ലംസിനൊക്കെയാണ്. അപ്പൊ എന്താണ്, ഒരു സ്റ്റുഡന്റ് ഒരു പാരഗ്രാഫ് വായിക്കും, അപ്പോ മറ്റേ കുട്ടി അതിന് ഫീഡ്ബാക്ക് കൊടുക്കും, പിന്നെ എന്താക്കും, അവരുടെ ആ റോൾ സ്വിച്ച് ചെയ്യും അല്ലെ. പിന്നെ ആദ്യത്തെ കുട്ടി എന്താക്കും, ഫീഡ്ബാക്ക് കൊടുക്കുന്ന ആളായിരിക്കും, രണ്ടാമത്തെ കുട്ടി വായിക്കുന്ന ആൾ, അത്തരത്തിൽ റോൾ സ്വിച്ച് ചെയ്യും. ഇതാണ് എന്ത്, ഈ പാസീവ് പിയർ അസിസ്റ്റഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് റെസിപ്രോക്കൽ പിയർ ട്യൂട്ടറിംഗ് അല്ലെ. അഥവാ സ്റ്റുഡൻസ് ആൾട്ടർനേറ്റ് ട്യൂട്ടർ ആൻഡ് ട്യൂട്ടി റോൾസ് വിത്തിൻ ദ സെയിം സെഷൻ അല്ലെ. ഇവിടെ എന്താണ്, ഒരു സെയിം സെഷനിൽ തന്നെ എന്താക്കാണ്, കുട്ടി ട്യൂട്ടറും ട്യൂട്ടിയുമാകാണ് ചെയ്യുന്നത്. അഥവാ
നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞ സെയിം സെഷനിലല്ല അല്ലെ? ഒരു റീഡിങ് ഒരു കുട്ടി ചെയ്ത് മറ്റേ കുട്ടി ഫീഡ്ബാക്ക് പറയലോട് ആ സെഷൻ കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സെഷൻ എന്ന് പറയുന്നത് ഈ കുട്ടി വായിക്ക് മറ്റേ കുട്ടി ഫീഡ്ബാക്ക് ആകുന്നത് വ്യത്യസ്ത സെഷനിലാണ്. ഇവിടെ ഒരു സെഷനിൽ തന്നെ എന്താക്കാണ്, ഒരു മാച്ച് പ്രോബ്ലത്തിൽ എന്താക്കാണ് സ്റ്റുഡന്റ് എ അല്ലെ, ആദ്യത്തെ എ എന്ന കുട്ടി എന്താക്കാണ് ഒരു പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യാണ്. പിന്നെ ബി എന്ന കുട്ടിയാണ് നെക്സ്റ്റ് പ്രോബ്ലം എന്താക്കുന്നത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ സെയിം ഒരു പ്രോബ്ലം തന്നെ, ഒരു സെയിം ടാസ്ക് തന്നെ ഒന്നിലധികം കുട്ടികൾ എന്താക്കുകയാണ് ചെയ്യുന്നത്, ഈ ഒരു പിന്നെ ട്യൂറ്ററിങ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ സെഷൻ സെയിം ആണ്, അതാണ് ഒരു വ്യത്യാസം പറയുന്നത്. പിന്നെ സെയിം ഏജ് പിയർ ട്യൂറ്ററിങ് ആണ് നാലാമത്തെ ഒന്ന്. അഥവാ ഗ്രേഡ് ലെവൽ പിയർ കൊളാബറേറ്റിംഗ് ടു റീൻഫോഴ്സ് ഷെയർഡ് കോണ്ടന്റ് അല്ലെ. ഇവിടെ എന്താണ്, സെയിം ഏജോ അല്ലെങ്കിൽ സെയിം ഗ്രേഡ് ലെവലുള്ള ആളുകൾ എന്താണ് പരസ്പരം സഹായിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഇപ്പോ ഗ്രേഡ് 7 സെയിം സെഷൻ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു ക്ലാസ്സില് പറഞ്ഞ ക്ലിയർ ആയില്ല പറഞ്ഞത് ഒന്നുകൂടെ. പാരിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 സെഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ക്ലാസ്സസ് ആണോ? അല്ല നമ്മളെ സെഷൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡിഫറെന്റ് ക്ലാസ്സസ് അല്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ സംസാരം മനസ്സിലാക്കുന്നത് ക്ലാസ് അല്ലേ പറയുന്നത്. അതന്നെയാണെന്നില്ല. അതായത് പാൽസിൽ അങ്ങനെയല്ലല്ലോ വരുന്നത്. പാൽസിൽ നമുക്ക് എന്താക്കാം, ഇപ്പോ ഞാൻ തന്നെ എന്റെ മുമ്പിലുള്ള ഒരു കുട്ടിക്ക് എന്താക്കാണ്, ഞാൻ ആദ്യം ഒരു ഭാഗം വായിക്കുന്നു. ആ വായിക്കുന്ന സമയത്ത് എന്റെ മുമ്പിലുള്ള കുട്ടി അതിന് എനിക്ക് ഫീഡ്ബാക്ക് തരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് പിറ്റേ ദിവസത്തിലോ അല്ലെങ്കിൽ ആ പീരീഡിൽ തന്നെയോ, അതായത് ആ റോൾ നേരെ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് ഈ പാൽസിൽ വരുന്നത്. അപ്പൊ റെസിപ്രോക്കൽ എന്താ? റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സെയിം സെഷനിൽ തന്നെ 2 കുട്ടികൾ ഒരേ റോൾ എടുക്കുന്നതാണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം, ഒരു പ്രോബ്ലം ആ ഒരു പ്രോബ്ലം ഒരു കുട്ടി എന്താക്കാണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ പ്രോബ്ലത്തിൽ തന്നെ രണ്ടാമത്തെ, നമുക്കറിയാലോ ഒരു മാത്സിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ എന്താണ് ഘട്ടം ഘട്ടമായി ചെയ്തു തരുമല്ലോ ചെയ്യാം. അപ്പൊ ഒരു ഭാഗം ഒരു കുട്ടി ചെയ്തു, ആ ഒരു പ്രോബ്ലത്തിൽ തന്നെ മറ്റൊരു ഭാഗം അടുത്തൊരു കുട്ടി ചെയ്തു. അപ്പൊ സെയിം സെഷൻ തന്നെയാണ് അവിടെ. അങ്ങനെ ആ രീതിയിലാണ് സെഷൻ എന്ന് വെച്ച് നമ്മൾ അർത്ഥം വെക്കേണ്ടത്. ഇനിയിപ്പോ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നേ ദിവസം ഒരു കുട്ടി റീഡ്, മറ്റേ ആൾ ഫീഡ്ബാക്ക് തന്നു, സെയിം പിന്നെ പേര് തന്നെ അടുത്ത ദിവസം എന്താണ് ട്വിസ്റ്റ് ആവുന്നത് അല്ലെങ്കിൽ അത് സ്വിച്ച് ചെയ്യുന്നതും ഓക്കെ ഫൈൻ, അത് നമുക്ക് പാൽസിൽ ഉൾപ്പെടുത്താം. ക്ലിയർ ആയിട്ടുണ്ടോ? On the same thing, the contribution from multiple points, അതാണ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആൾട്ടർനേറ്റീവ് ട്യൂട്ടർ ആൻഡ് ഡ്യൂട്ടി റോൾസ് വിത്തിൻ ദ സെയിം സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു സെയിം സെഷൻ എന്നുള്ളത് നമ്മൾ എന്താക്കുക, ഒരു പ്രോബ്ലം ആയിട്ട് എടുക്കാം. ഇവിടെ സെഷൻ എന്നുള്ളത് എന്താക്കുക, ഒരു പ്രോബ്ലം ആയിട്ട് എടുക്കാം. മാത്സിൽ ഒരു പ്രോബ്ലം ആയിട്ട് എടുക്കാം അല്ലെ. നമ്മളൊരു പീരീഡിൽ ചെയ്യുന്ന, ഒരു സെഷനിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലം, ആ ഒരു പ്രോബ്ലത്തിൽ തന്നെ ഒന്നിലധികം കുട്ടികൾ, 2 കുട്ടികൾ ഒരു സെയിം പ്രോബ്ലത്തിൽ എന്താക്കുക ഇൻവോൾവ് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ പാൽസ് ആണെങ്കിൽ എങ്ങനെയാവും? മാത്സ് പ്രോബ്ലം ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോ ഒരു മാത്സിൽ ഒരു പ്രോബ്ലം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മീൻ മീഡിയം മോഡ് കണ്ടെത്താന്നുള്ള ഒരു ഓപ്ഷൻ, ഇല്ലെങ്കിൽ ഒരു 10 ചോദ്യം 10 മൾട്ടിപ്ലിക്കേഷന്റെ ഒരു ടാസ്ക് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഓക്കെ, അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം സ്റ്റെപ്സുകളിലൂടെയാണ് നമ്മൾ ചെയ്യുക. സ്റ്റെപ്പ് ബേസിലാണ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്യുക. അപ്പോ ഒരു കുട്ടി എന്താക്കാണ് മൾട്ടിപ്ലിക്കേഷന്റെ ആ ഒരു ആദ്യത്തെ സ്റ്റെപ്പിൽ എഴുതി വെച്ചു. അതിനുശേഷം പിന്നെ അത് മൊത്തം ആഡ് ചെയ്തിട്ട് ടോട്ടലൈസ് ചെയ്യുന്ന ഒരു വർക്ക് മറ്റൊരു കുട്ടി എടുത്ത് എഴുതാം. അപ്പൊ ഒരു സെയിം സെഷനിൽ തന്നെ എന്താക്കണ 2 കുട്ടിയാണ് ഒരു പ്രോബ്ലത്തിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അല്ലെ മീൻ മീഡിയം മോഡാണെങ്കിൽ മീൻ ഒരു കുട്ടി കണ്ടെത്തുക, മീഡിയം മറ്റൊരു കുട്ടി കണ്ടെത്തുക, മോഡ് മറ്റൊരു കുട്ടി കണ്ടെത്തുക. അപ്പൊ സെയിം സെഷനിൽ തന്നെ ഒന്നിലധികം കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകാന്നുള്ളതാണ്. അതത്ര കൂലങ്കഷമായി ചിന്തിക്കേണ്ട ഒരു വിഷയമില്ലാന്ന് തോന്നുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് രീതിയിലാണ് പറയുന്നത്? അത് ഞാൻ പറഞ്ഞൊരു വല്ല മിസ്റ്റേക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് നോക്കാം. ഹലോ, അത് സിമിലാരിറ്റി കണ്ടപ്പോ ചോദിച്ചതാണ്, എന്താണ് ഉദ്ദേശിച്ചത്? വരുമ്പോ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ആൻസർഡ് ബൈ ഡിഫറെന്റ് സ്റ്റുഡൻസ് അറ്റ് ഡിഫറെന്റ് ടൈം. അതെ, പാൽസിൽ എന്ന് പറഞ്ഞാല് ഡിഫറെന്റ് ടൈമിൽ തന്നെ, അല്ലെങ്കിൽ എന്താണ്, അതായത് സെയിം റോള് 2 ആളും എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മാത്സിലെ പ്രോബ്ലം തന്നെ, പിന്നെ മാത്സിലെ പ്രോബ്ലം എടുക്കുക, അതിൽ ഒരാളൊരു ചോദ്യം കൊടുക്കുന്നു,
മാത്സിലെ പ്രോബ്ലത്തിൽ ഒരാൾ ഒരു ചോദ്യം കൊടുക്കുന്നു, മറ്റയാൾ ആൻസർ ചെയ്യുന്നു. ശേഷം അവരുടെ റോൾ സ്വിച്ച് ചെയ്തു. പിന്നെ ആദ്യം ആൻസർ ചെയ്താൽ ആദ്യം ചോദ്യം കൊടുക്കും അല്ലെ? അതായത് ആദ്യം ആൻസർ കൊടുത്താൽ പിന്നെ രണ്ടാമത്തെ റൗണ്ടിൽ അയാൾ ചോദ്യം കൊടുക്കും, ഇപ്പുറത്തെ ആൾ ആൻസർ ചെയ്യും. അങ്ങനെ എന്താണ് റോൾ സ്വിച്ച് ചെയ്യുന്നതാണ് പാരൽസ്. അത് ഈസി ആയിട്ട് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ റെസിപ്രോക്കൽ ആണ് കുറച്ചുകൂടെ ഔട്ട് ആകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ 4 പിന്നെ ടൈപ്പ് ആയിട്ടാണ് എന്തോ നമ്മളെ പിയർ ട്യൂട്ടറിംഗ് വരുന്നത്. നിങ്ങളൊന്നുകൂടെ ടെക്സ്റ്റ് ബുക്ക് കൂടെ വെച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മളെ സെഷൻ എന്നുള്ളത് നമ്മളെ സെയിം ഡേ അല്ലെങ്കിൽ നമ്മുടെ സെഷൻ ഒരു പീരീഡ് ആ രീതിയിൽ കാണാതെ ഒരു പ്രോബ്ലത്തെ കണ്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ ഫൈൻ. അപ്പൊ നമുക്ക് അടുത്ത ഇതിലേക്ക് പോകും അല്ലെ? സോ കോപ്പറേറ്റീവ് അല്ലേ, കോ ടീച്ചിങ് മോഡൽസ് ആൻഡ് അതുപോലെ തന്നെ എന്താണ് ടെക്നോളജി ഫോർ സ്പെഷ്യൽ നീഡ്സ്. അപ്പോ ഇതില് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് എന്താണ് കോപ്പറേറ്റീവ് ടീച്ചിങ് മോഡലാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ടൈപ്സ് ഏതൊക്കെ രീതിയിലുള്ളതാണ്, ഏതൊക്കെ ടൈപ്സ് ആണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. സോ കോപ്പറേറ്റീവ് ടീച്ചിങ് ആൻഡ് അസിസ്റ്റീവ് ടെക്നോളജി എക്സ്പാൻഡ് വാട്ട്സ് പോസിബിൾ ഇൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം, enabling two professionals to divide instructional responsibility while tools remove barriers to access. So അല്ലെ, ഈ കോപ്പറേറ്റ് ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നിലധികം പ്രൊഫഷണൽസ് എന്താക്കാണ് ഒരു ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നതാണ്. നമ്മളെ ഈ ഒരു നമ്മുടെ പാരലൽ ടീച്ചർ സിസ്റ്റം ഒക്കെ ഉണ്ടാവില്ലേ, ഞാൻ മുമ്പ് വർക്ക് ചെയ്തൊരു സ്കൂൾ ഉണ്ടായിരുന്നേ ഈ ഒരു പാരലൽ ടീച്ചിങ് സിസ്റ്റം. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ടൈപ്പാണ് ഈ കോ ടീച്ചിങ് മോഡൽസിന്റെ വ്യത്യസ്തമായ രീതിയാണ്. ഒന്ന് പാരലൽ ടീച്ചിങ്, മറ്റൊന്ന് ആൾട്ടർനേറ്റീവ് ടീച്ചിങ്, മറ്റൊന്ന് സ്റ്റേഷൻ ടീച്ചിങ്. ഇങ്ങനെ 3 തരത്തിലാണ് അത് വരുന്നത്. അപ്പൊ നോക്കൂ, ഒന്നാമത്തെ പാരലൽ ടീച്ചിങ് അല്ലെ. പാരലൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലാസ് സ്പ്ലിറ്റ് ഇൻടു 2 ഈക്വൽ ഗ്രൂപ്പ്സ്, ബോത്ത് ടീച്ചേഴ്സ് ഡെലിവർ ദ സെയിം കണ്ടന്റ് സൈമൾട്ടേനിയസ്ലി. ഇവിടെ എന്താക്കാണ് ചെയ്യുന്നത്, ഒരു ക്ലാസ്സിനെ 2 ഗ്രൂപ്പായി തരംതിരിച്ചുകൊണ്ട് 2 ടീച്ചറും സെയിം കണ്ടന്റ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. ബോത്ത് ഗ്രൂപ്പ്സ് ആർ ടോട്ട് അറ്റ് ദ സെയിം ടൈം അല്ലെ. അപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഒന്നുകിട്ട് ഒരു ക്ലാസ്സിൽ തന്നെ 2 സൈഡിലായിട്ട് ഇരുന്നിട്ട് പഠിക്കുക, പക്ഷെ ഒരു നോയ്സ് ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള സമയത്താണെങ്കിൽ ഔട്ട്ഡോറിലോ മറ്റോ പോയിട്ട് ഒരു ക്ലാസ്സിനെ 2ആയി ഡിവൈഡ് ചെയ്ത് സെയിം ടൈമിൽ സെയിം കണ്ടന്റ് ഡിഫറെന്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണ് പാരലൽ ടീച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊന്ന് ഇവിടെ നമ്മൾ നോക്കണം, നമ്മളെ സ്കൂളുകളിലൊക്കെ പാരലൽ ടീച്ചിങ് ഉണ്ടാവുക, പിന്നെ സെയിം ഗ്രേഡ് തന്നെ എന്താണ് വ്യത്യസ്ത ഡിവിഷൻസ് വരുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് പറയുന്നത്, പാരലൽ ടീച്ചിങ് തന്നെയാണ്. കാരണം സെയിം കണ്ടന്റാണ് ആ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. പക്ഷെ നമ്പർ ഓഫ് സ്റ്റുഡന്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ടീച്ചറുടെ റേഷ്യോ അനുസരിച്ച് ലിമിറ്റഡ് സ്റ്റുഡൻസ് ആണ് ആ ടീച്ചർക്ക് കിട്ടുള്ളൂ. സോ ദാറ്റ്സ് പാരലൽ ടീച്ചിങ്. So second one is alternative teaching. One teacher leads the large groups, the other provides targeted remediation or enrichment to small groups. ഇവിടെ ചെറിയൊരു മാറ്റം എന്ന് വെച്ചാല് ഇവിടെ 2 ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നെങ്കിലും ഒരു ടീച്ചറാണ് അവിടെ മെയിൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അഥവാ മെയിൻ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അതിൽ ഒരു ടീച്ചർ ആയിരിക്കും. മറ്റേ ടീച്ചർ എന്നുള്ളത്, രണ്ടാമത്തെ ടീച്ചർ എന്ന് പറയുന്നത് അയാള് എന്താണ് റെമഡിയൽ ക്ലാസ്സസ് അല്ലെ, അഥവാ ആ ഗ്രൂപ്പിൽ നിന്ന് മെയിൻ ഗ്രൂപ്പിൽ നിന്ന് ബാക്ക്വേർഡ് ആയിട്ടുള്ള എക്സ്ട്രാ ടീച്ചർ പിന്നെ ഇൻഫർമേഷൻസ് കിട്ടേണ്ട റെമഡിയൽ സ്റ്റഡീസിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും അടുത്തൊരു ടീച്ചർ എന്നുള്ളത്. അപ്പൊ ഒരു ടീച്ചർ മെയിൻ ക്ലാസ്സുകൾ സപ്പോർട്ട് ചെയ്യും, രണ്ടാമത്തത് സ്റ്റഡിങ് സ്റ്റുഡൻസിന് ഒരു എക്സ്ട്രാ പ്രാക്ടീസ് കൊടുക്കും. ഇങ്ങനെയാണ് ആൾട്ടർനേറ്റീവ് ടീച്ചിങ് വരുന്നത്. മൂന്നാമത്തത് സ്റ്റേഷൻ ടീച്ചിങ് അല്ലെ. സ്റ്റുഡൻസ് റൊട്ടേറ്റ് ത്രൂ ഡിഫറൻഷിയേറ്റഡ് സ്റ്റേഷൻസ്, ഈച്ച് ടീച്ചർ ലീഡ്സ് ഇൻസ്ട്രക്ഷൻ അറ്റ് വൺ സ്റ്റേഷൻ. സോ ഇവിടെ എന്ന് പറഞ്ഞാല് സ്റ്റുഡൻസ് എന്താ പിന്നെ ഡിഫറെന്റ് ലേണിംഗ് സ്റ്റേഷൻസിലൂടെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോ ഈച്ച് സീസൺ ഹാസ് എ ഡിഫറെന്റ് ആക്ടിവിറ്റി. ഓരോ സ്റ്റേഷനും സെപ്പറേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ഓരോ ടീച്ചറും ഓരോ സ്റ്റേഷനെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്റ്റേഷനിൽ റീഡിംഗ് ആക്ടിവിറ്റി ആണ് നടക്കുന്നത്. അപ്പോൾ ആ സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ നമുക്ക് റീഡിംഗ് ആക്ടിവിറ്റി മാത്രമേ കിട്ടൂ. പിന്നെ സെക്കൻഡ് സ്റ്റേഷനിൽ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവും. സ്റ്റേഷൻ 3 പ്രാക്ടിക്കൽ ടാസ്ക് നടക്കുന്നുണ്ടാവും. അത്തരത്തില് വ്യത്യസ്തപരമായ സ്റ്റേഷൻസിലൂടെ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഒരു ഉദ്ദേശം തന്നെ എന്താണ്, ഒരു വെറൈറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസിൽ ഒരു വെറൈറ്റി പിന്നെ കുട്ടികൾക്ക് ഫീൽ ചെയ്യുക, അത്തരത്തിലൊരു ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ്ങിനെ എൻഗേജ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ 3 തരത്തിലാണ് വരുന്നത്. സോ ടെക്നോളജി ആൻഡ് ടൂൾസ് അല്ലെ, ടെക്നോളജി ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അപ്പോ അതാണ് അടുത്തൊരു പോയിന്റ് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഈ ഒരു പോയിന്റ് അല്ലെ.
ഇനി അടുത്തതാണ് ടെക്നോളജി ഫോർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്. അപ്പൊ എന്തൊക്കെയാണ് ടെക്നോളജി പറയുന്നത്? നമുക്കറിയാം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ ICT പ്ലേസ് എ കീ റോൾ ഇൻ ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആസ് വെൽ ആസ് നോർമൽ സ്റ്റുഡൻസ്. എല്ലാവർക്കും ICT എന്നുള്ളത് വളരെ ഉപകാരപ്രദമാണ് അല്ലെ, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ഒക്കെ. സോ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സ്പെഷ്യൽ. ഫസ്റ്റ് വൺ എന്നത് ICT ആൻഡ് ഇൻസ്റ്റന്റ് അസസ്മെന്റ്സ്. ICT ആൻഡ് instant assessments. Apps and mobile devices allow real-time assessment and follow-up, including support in native language via audio-based software. So, നമുക്ക് നോക്കാം ഈ മദർ ടങ്ങുകള് അതുപോലെ റീജിയണൽ ലാംഗ്വേജ് സപ്പോർട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. ചില സോഫ്റ്റ്വെയർ അല്ലെ ഡിസൈൻ ടു സപ്പോർട്ട് ലേണിംഗ് ഇൻ നാറ്റീവ് ലാംഗ്വേജ്. അപ്പോ നമുക്ക് ഒരു കുട്ടിക്ക് എന്താണ് ചില സയൻസ് കോൺസെപ്റ്റ്, അത് സയൻസിൽ അതിന്റെ ടേം തന്നെ ആയിരിക്കും സയൻസിൽ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടിക്ക് തന്റെ മാതൃഭാഷയിലൂടെ അത് പഠിക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചില ഓഡിയോ ടൂൾസുകൾ, ട്രാൻസ്ലേഷൻ ഫീച്ചേഴ്സിൽ ഓഡിയോ ടൂളുകൾ കൊടുക്കുക, അതാണ് ഒരു ഫീച്ചറായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റന്റ് അസസ്മെന്റുകൾ അല്ലെ, ഇൻസ്റ്റന്റ് അസസ്മെന്റ് ടൂളുകൾ അഥവാ ചില മൊബൈൽ ആപ്പുകളിൽ തന്നെ എന്താണ് ചില ഡിവൈസുകളൊക്കെ ഉണ്ടാവും. അതായത് ടീച്ചേഴ്സിന് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് എന്താക്കും അസസ്മെന്റ് നടത്താൻ കഴിയും ക്വിക്ക്ലി ആയിട്ട് അല്ലെ. നമുക്ക് ചില ഡയഗ്രാമുകൾ, ചില നമ്മളിപ്പോ വാട്സപ്പിലൊക്കെ കാണില്ലേ, പോളുകളൊക്കെ കാണില്ലേ, അപ്പൊ അത്തരത്തിൽ പോളല്ലാതെ വേറെ ഒരുപാട് ടൂൾസുകൾ ഉണ്ട്. ഇപ്പോ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കുട്ടികൾ ആൻസർ പറയുമ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റായ ആൻസർ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ അതിനൊരു പേര് പറയണം, ഞാൻ ഓർക്കുന്നില്ല, നിങ്ങൾ ആരും ഓർക്കുന്നില്ല ഷെയർ ചെയ്യാം. അത്തരത്തിൽ ഒരുപാട് എന്താണ് ഡയഗ്രാം ടൈപ്പുകൾ നമ്മുടെ പിന്നെ AI ടൂളും അല്ലാതെ നമുക്ക് കിട്ടും. അത്തരത്തിൽ ഇൻസ്റ്റന്റ് അസസ്മെന്റ് ടൂളുകളാണ് മറ്റൊരു ടെക്നോളജി ടൂൾ ആയിട്ടുള്ളത്. പിന്നെ മറ്റൊന്ന് പറയുന്നത് വിർച്വൽ ലേണിംഗ് ടൂൾ അല്ലെ. ടൂൾസ് ഇൻക്ലൂഡ് എന്താണ് വൈറ്റ് ബോർഡ്സ്, ഡിജിറ്റൽ വൈറ്റ് ബോർഡ്സ്, എന്താണ് വിർച്വൽ ലാബ്സ് ആൻഡ് ആക്ഷൻ ലേണിംഗ് ബിയോണ്ട് ദ ഫിസിക്കൽ ക്ലാസ് റൂം. എന്താണ് ഈ വിർച്വൽ ലേണിംഗ് ടൂൾസിന്റെ ഉപകാരം എന്നുള്ളത് നമ്മളൊക്കെ അനുഭവിച്ച ആളുകളാണ് അല്ലെ. പാൻഡമിക്, നമ്മുടെ COVID-19 സമയത്ത് അന്ന് മുതലാണ് ഒരു പക്ഷേ ലോകത്ത് എന്താണ് വളരെ പ്രചാരത്തിൽ വന്നിട്ടുണ്ടാവുക. അഥവാ ഫിസിക്കൽ ആയിട്ടുള്ള ലാബുകളും മറ്റ് ലേണിംഗ് ടൂളുകളൊക്കെ ഉണ്ടെങ്കിലും ചില സമയങ്ങളിൽ എന്താക്കാണ് ഇത്തരത്തിലുള്ള എന്താണ് ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള വിർച്വൽ സയൻസ് എക്സ്പെരിമെന്റ് ഒക്കെ കുട്ടികൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ അത്തരത്തിലുള്ള റിമോട്ട് ലേണിംഗ് സിറ്റുവേഷൻസ് പാൻഡമിക്കുള്ള സമയത്തുകളിലൊക്കെ ഇത്തരത്തിലുള്ള എന്താണ് ഈ വിർച്വൽ ലേണിംഗ് ടൂളുകൾ കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തൊന്ന് സ്പെഷ്യലൈസ്ഡ് ഡിവൈസ് ആണ്. മറ്റ് സ്പെഷ്യലൈസ്ഡ് ഡിവൈസുകൾ ഏതൊക്കെയാണ്? തരംഗ്, അതുപോലെ തന്നെ അക്യൂസ്റ്റിക് ടോർച്ച്, ഇതൊക്കെ ചില ഉപകരണങ്ങളാണ്. ഈ തരംഗ് എന്ന് പറഞ്ഞാല് എന്താ പറയാ ഒരു ഡിജിറ്റൽ എന്താണ് പ്രോഗ്രാമബിൾ ഹിയറിംഗ് ഡിവൈസ് ആണ്. പിന്നെ ഈ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പിന്നെ എന്താണ് തരംഗ് എന്ന് പറയുന്ന തരംഗ് തന്നെയാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ നോക്കാം കേട്ടോ. അപ്പൊ അതാണ് ഈ തരംഗ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് എന്താണ് അക്യൂസ്റ്റിക് ടോർച്ച്. അക്യൂസ്റ്റിക് ടോർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കണ്ണ് കാഴ്ച പ്രശ്നമുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ ഈ നാവിഗേഷൻ ഡിവൈസ് ആണ് ഫോർ വിഷ്വലി ഇംപയർഡ് സ്റ്റുഡൻസ് അല്ലെ. ഇതൊരു നാവിഗേഷൻ ഡിവൈസ് ആണ്. അപ്പൊ കുട്ടികൾക്ക് എന്താക്കാൻ പറ്റും, ഈ സേഫ്ലി ഡിറ്റക്ടിങ് ഒബ്സ്റ്റാക്സുകളൊക്കെ എന്താക്കാം ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അത്തരത്തിലൊരു ഉപകാരമാണ് എന്ത് അക്യൂസ്റ്റിക് ടോർച്ച്. അപ്പൊ ഇതൊക്കെയാണ് എന്ത് ടെക്നോളജി ടൂൾസുകൾ, നമ്മളെ ഈ ബാക്ക്വേർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്, അതിന് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടൂൾസുകൾ. ഓക്കെ ഫൈൻ. ഇനി നെക്സ്റ്റ് വരുന്നത് എക്സാമിനേഷൻ കൺസെഷൻസ് ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. അപ്പോ എക്സാമിനേഷൻ കൺസെഷൻസ് നെക്സ്റ്റ് ഒരു 2 സ്ലൈഡും കൂടിയാണല്ലോ കേട്ടോ, അതോടെ നമ്മളെ ഈ ചാപ്റ്റർ അവസാനിക്കും. സോറി, ഓക്കെ. എക്സാമിനേഷൻ കൺസെഷൻസ് ആൻഡ് inclusive education programs. So students with diagnosed physical or intrinsic learning disabilities, whether permanent or temporary, are eligible to apply for specific examination concessions. These provisions ensure that no students in this disability becomes a barrier to demonstrating their true knowledge and capability. So എന്താണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പറയുന്നത് വെച്ചാല് ഈ ഫിസിക്കലി അല്ലെങ്കിൽ സെൻസറി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റികൾ, അത് പെർമനന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ട് ചില ആക്സിഡന്റോ മറ്റോ സംഭവിച്ചു അങ്ങനെയാണെങ്കിലും അവർക്കൊക്കെ എക്സാമിനേഷൻ കൺസെഷൻസ് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ കുട്ടികളും എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഷോ ദെയർ നോളജ്. അവർ പഠിച്ച നോളജ് കാണിക്കുന്നതിന് ഇതൊന്നും ഒരു ബാരിയർ ആവരുത് എന്നുള്ളതാണ്.
സോ വിതൗട്ട് ബീങ് ഡിസഡ്വാൻറ്റേജ് ബൈ ദ ഡിസബിലിറ്റി, അവരുടെ ഡിസബിലിറ്റി കാരണമായിട്ട് ഓരോരുത്തരും മാറി നിന്ന് പോകരുത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. ഓക്കെ, സോ ഹൂ ക്വാളിഫൈസ്, എന്താണ് ഇതിന്റെ ഒരു ക്രൈറ്റീരിയ എന്നുള്ളത്? സോ സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഫിസിക്കൽ, സെൻസറി ഓർ അതർ ഡിസബിലിറ്റീസ് ദാറ്റ് ക്രിയേറ്റ് എ മെഷറബിൾ ഡിസഡ്വാൻറ്റേജ് ഡ്യൂറിംഗ് സ്റ്റാൻഡേർഡ് അസസ്മെന്റ്. അപ്പൊ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ എന്താണ് ഇതിന് എലിജിബിൾ ആണ്. ആരൊക്കെയാണ്? ലേണിംഗ് ഡിസബിലിറ്റി, അത് ഫിസിക്കൽ ഡിസബിലിറ്റി അല്ലെങ്കിൽ സെൻസറി ഇമ്പയർമെന്റ് അല്ലെങ്കിൽ ടെമ്പററിയോ പെർമനന്റ് കണ്ടീഷനോ ആരായിക്കട്ടെ, അവരെന്താണ് ഒരു നോർമൽ എക്സാമിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവരുടെ ഈ ഡിസബിലിറ്റി ഒരു ഡിസഡ്വാൻറ്റേജ് ആണെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഈ കൺസെഷൻ എന്താണ് പിന്നെ അവൈലബിൾ ആണ്, അവർക്കത് ലഭിക്കുന്നതാണ്. ഓക്കെ, ദെൻ വാട്ട് ഈസ് എ ഗോൾ? എന്താണ് ഇതിന്റെ ഗോൾ? ടു പ്രൊവൈഡ് ആൻ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ സ്റ്റുഡൻസ് ടു ഡെമോൺസ്ട്രേറ്റ് നോളജ്, റിമൂവിംഗ് ഡിസബിലിറ്റി ആസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ഇൻ അസസ്മെന്റ് ഔട്ട്കംസ്. സോ ഇവിടെ ഗോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, എൻഷുർ ഫെയർനെസ് ഇൻ അസസ്മെന്റ്. അസസ്മെന്റിൽ എന്താക്കുക, നമ്മളൊരു ഫെയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റി കാരണമായിട്ടുള്ള ബാരിയേഴ്സിനെ റിമൂവ് ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് അവരുടെ ട്രൂ എബിലിറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് എന്താക്കുക അലോ ചെയ്യുക. അത്തരത്തിലുള്ള കുറെ ലക്ഷ്യങ്ങളാണ് ഇതിന്റെ ഒരു ട്രൂ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. So inclusive education framework aims to give all students, including those with disabilities, equitable access to quality education within the general education system. നമുക്ക് നെക്സ്റ്റ് മുമ്പോട്ടേക്ക് പോവാം. Objective provisions and conventions for students with the special needs. So ഇവിടെ നിങ്ങൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളെ PPT നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. പിന്നെ എന്താണ് ഓക്കെ ഈ കോർ ഒബ്ജക്റ്റീവ്സ് അഥവാ ഈ നമ്മുടെ സമഗ്ര ശിക്ഷ ഉണ്ടല്ലോ, ഇന്ത്യ സമഗ്ര ശിക്ഷ ഇനീഷ്യേറ്റീവ്സ് ഔട്ട്ലൈൻ എ കോംപ്രഹെൻസീവ് മൾട്ടി സ്റ്റേക്ക് ഹോൾഡേഴ്സ് മോഡൽ ഓഫ് സപ്പോർട്ടിംഗ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് അക്രോസ് ഇൻ ഐഡന്റിഫിക്കേഷൻ, ഇൻഫ്രാസ്ട്രക്ചർ, ട്രെയിനിങ് ആൻഡ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ്. സോ ഈ സമഗ്ര ശിക്ഷ അതിന്റെ കോർ ഒബ്ജക്റ്റീവുകൾ അതുപോലെ തന്നെ അതിന്റെ പ്രൊവിഷൻസ് ഇത് രണ്ട് പിന്നെ പോയിന്റുകളായിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത്. അപ്പൊ അതിന്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്, ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്, പിന്നെ അതിന്റെ പ്രൊവിഷൻസ് പറയാണ്. അപ്പൊ ഇത് നിങ്ങളുടെ PPT രണ്ടും കൂടെ ഒരു ബോക്സിൽ തന്നെയാണുള്ളത്. അത് വ്യത്യസ്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ടെക്സ്റ്റ് കൂടെ ഒന്ന് ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ പോവാം കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കമ്പോണൻസിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? സോ ടെക്സ്റ്റ് ബുക്കിൽ 7ഓളം പോയിന്റുകൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ. ഒന്നാമത്തെ പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് അസസ്മെന്റ് ആണ്. ഐഡന്റിഫിക്കേഷൻ ആൻഡ് അസസ്മെന്റ് ആണ്. അപ്പോ ഈ CWSN അഥവാ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ഇത്തരത്തിലുള്ള കുട്ടികളെ ഏർലി ഐഡന്റിഫൈ ചെയ്യുന്നുള്ളതാണ് ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കമ്പോണന്റ് ആദ്യത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് അസസ്മെന്റ് അഥവാ കുട്ടികളെ ഏർലി എന്താക്കുക അവരെ ഡിറ്റക്ട് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ടീച്ചർ അല്ലെ, നമുക്ക് ചില സീരിയസ്ലി ഡിസബിലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ സിവിയർ ആണെങ്കിൽ പാരന്റ്സിനെ തന്നെ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിയും. അതല്ല ചെറിയ രീതിയിലുള്ള ഒരു വളരെ നോർമൽ ആയിട്ടുള്ളതാണ്, അത് ഒരു പക്ഷേ ക്ലാസ്സിൽ കുട്ടി പഠിച്ചു തുടങ്ങിയതിനു ശേഷം ടീച്ചർക്കാണ് ഒരു പക്ഷെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ട്. അപ്പൊ അത്തരത്തിൽ എന്താക്കുക ഏർലി ഏജിൽ തന്നെ അത് പിന്നെ ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. രണ്ടാമത്തത് എന്താക്കുക എയ്ഡ്സ് ആൻഡ് അപ്ലിയൻസസ് അല്ലെ, പ്രൊവിഷൻ ഓഫ് എയ്ഡ്സ് ആൻഡ് അപ്ലിയൻസസ്, അസിസ്റ്റീവ് ഡിവൈസസ് ടു എൻഹാൻസ് ഫങ്ഷണൽ എബിലിറ്റി. അതുപോലെ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് എന്താക്കുക ടൂളുകൾ ടു സപ്പോർട്ട് ദർ ലേണിംഗ് ആൻഡ് ഇൻഡിപെൻഡൻസ്, അവർക്ക് ആ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ടൂളുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. അത് ഈ ഹിയറിംഗ് എയ്ഡ്സ് പോലത്തെ അല്ലെങ്കിൽ വീൽ ചെയർസ് പോലെ അല്ലെ ബ്രെയിൽ ബുക്സുകൾ പോലത്തെ അത്തരത്തിൽ ഏതും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള ആ ഒരു എന്താണ് എയ്ഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ളതാണ്. മൂന്നാമത്തത് റിമൂവൽ ഓഫ് ആർക്കിടെക്ചറൽ ബാരിയേഴ്സ് അല്ലെ. അപ്പോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ ഫിസിക്കലി ആക്സസിബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. ഈ വീൽ ചെയർ ഉണ്ടായിട്ട് കാര്യമില്ല, അതിന് കൃത്യമായ റാമ്പ് ഇല്ലാതെ വീൽ ചെയർസിന് പോകാൻ കഴിയില്ല. അപ്പൊ റാമ്പ് ഉണ്ടായിരിക്കുക, ഹാൻഡ് റെയിലുകൾ ഉണ്ടാവുക, എന്താണ് ഇവർക്കൊക്കെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ്സുകൾ അവൈലബിൾ ആയിരിക്കാം. അത്തരത്തിൽ എന്താക്കുക ആർക്കിടെക്ചറൽ ബാരിയേഴ്സ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ടീച്ചർ ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ് ടീച്ചേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് സ്പെഷ്യൽ നീഡ്സ് അല്ലെ. ഈ സ്പെഷ്യൽ നീഡുകൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻക്ലൂസീവ് ടീച്ചിങ് മെത്തേഡുകൾ അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ടീച്ചിങ് എയ്ഡുകൾ എങ്ങനെ യൂസ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഇൻഡിവിജ്വലൈസ്ഡ് IE സപ്പോർട്ട് അഥവാ IEP നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആണ് IEP എന്ന് പറയുന്നത്. അത് ഓരോ കുട്ടികൾക്കും ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന
ഒരു ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ ആണിത്. അപ്പൊ കുട്ടികളുടെ നീഡിനനുസരിച്ച് എന്താക്കുക, ഇത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്, ഒരു IEP ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അടുത്ത 6ാമത്തെ രൂപം എന്ന് പറയുന്നത് റിസോഴ്സ് സപ്പോർട്ട് ആണ് അല്ലെ, പ്രൊവൈഡിങ് എക്സ്ട്രാ സപ്പോർട്ട്. അവർക്ക് റിസോഴ്സ് റൂമുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, അപ്പൊ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ പിയർ ട്യൂച്ചറിങ് നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ സോഷ്യൽ ഇൻക്ലൂഷൻ അല്ലെ, അവർക്ക് എന്താക്കുക ഈ റെസ്പെക്ട് അതുപോലത്തെ അല്ലെ അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവർ നമ്മുടെ ഒരു ഭാഗമാണെന്നുള്ള തരത്തിലുള്ള തോന്നലുകൾ കുട്ടികൾ എന്താക്കുക കൊടുക്കുക, അത്തരത്തിലുള്ള തോന്നലുകൾ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ റെസ്പെക്ട് പ്രൊമോട്ട് ചെയ്യാം, ആക്സെപ്റ്റൻസ് പ്രൊമോട്ട് ചെയ്യാം, അത്തരത്തിലുള്ള കാര്യമാണ്. ഇങ്ങനെ 7ഓളം ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഇതിന് അടുത്തതാണെന്ത് പ്രൊവിഷൻസ് ഫോർ CWSN അണ്ടർ സമഗ്ര ശിക്ഷ എന്നുള്ളത്. ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ സമഗ്ര ശിക്ഷ നമുക്കറിയാം അല്ലെ, എന്താണ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സ്കീമാണ് ഈ സമഗ്ര ശിക്ഷ എന്ന് പറയുന്നത്. സോ ഇതെന്ന് വെച്ചാൽ എന്താണ്, ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു ഇക്വിറ്റബിൾ ആൻഡ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് സ്കീമാണ് സമഗ്ര ശിക്ഷ എന്നുള്ളത്. അപ്പൊ ഈ സമഗ്ര ശിക്ഷ അതിന്റെ അണ്ടറിൽ വരുന്ന ഈ CWSN അഥവാ സ്റ്റുഡൻസ് വിത്ത് എന്താണ് സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്കുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. മുമ്പ് നമ്മൾ എന്താണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിന്റെ അല്ലെങ്കിൽ ഇൻക്ലൂഷന്റെ ആ ഒരു പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ പറയാം ഒന്നാമത്തെ എന്താണ് പിന്നെ പ്രൊവിഷൻ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഓറിയന്റഡ് കോമ്പണന്റ് ആണ്. അഥവാ ഇവിടെ എന്താണ് കുട്ടികൾക്ക് വേണ്ട ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടുകൾ, അതുപോലെ തന്നെ ലേണിംഗ് സപ്പോർട്ടുകൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുക അല്ലെ, ഫ്രീ യൂണിഫോംസുകൾ പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ വേണ്ട രീതിയിലുള്ള ട്രാൻസ്പോർട്ടുകൾ, എസ്കോർട്ട് അലവൻസുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അതാണ് ഒന്നാമത്തെ പോയിന്റ്, സ്റ്റുഡന്റ് ഓറിയന്റഡ് കമ്പോണന്റ് ആണ്. രണ്ടാമത്തത് റിസോഴ്സ് സപ്പോർട്ടാണ് അല്ലെ. ഇത്തരത്തിലുള്ള യൂണിഫോംസും ബുക്സും മാത്രം കൊടുത്താൽ പോരാ, ശേഷം അവർക്ക് വേണ്ട പ്രൊവിഷൻ ഫോർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ടു സപ്പോർട്ട് ദെയർ ലേണിംഗ്, അവരുടെ പഠനത്തിന്റെ സപ്പോർട്ട് ചെയ്തുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് അവർക്ക് കിട്ടുക. അതുപോലെ തന്നെ എന്താണ് സ്റ്റൈപ്പൻഡ് ഫോർ ഗേൾസ് വിത്ത് സ്പെഷ്യൽ നീഡ്, അതുപോലെ ഈ സ്പെഷ്യൽ നീഡുള്ള ഗേൾസിന് എന്താക്കുക സ്റ്റൈപ്പൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. സോ അതാണ് മറ്റൊരു പോയിന്റ് എന്നുള്ളത്. പിന്നെ അസിസ്റ്റൻസ് ഫോർ ലൈബ്രറി ആൻഡ് ICT, അഥവാ എന്താണ് ഇവർക്ക് ഡിജിറ്റൽ ലേണിംഗ് ടൂളുകൾ, അതുപോലെ ആക്സസിബിൾ ലൈബ്രറീസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എൻഷുർ ചെയ്യുക, അവരുടെ ആക്സസ് എൻഷുർ ചെയ്യുക. അഞ്ചാമത്തെ പ്രൊവിഷൻ എന്ന് പറയുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് അല്ലെ, ഫോക്കസ് ഓൺ ടീച്ചർ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അഥവാ ടീച്ചേഴ്സിന് എന്താക്കുക ഇവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രൊഫഷണലിസത്തിന്റെ ഒരു ഡെവലപ്മെന്റ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അവരിൽ കൊണ്ടുവരിക, അതിനനുസരിച്ചുള്ള ട്രെയിനിങ്ങൾ ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യാം. ഇങ്ങനെ 5ഓളം പ്രൊവിഷൻസ് ആണ് പറയുന്നത് ഈ എന്താണ് സമഗ്ര ശിക്ഷ അണ്ടറിലുള്ള CWSന്റെ പ്രൊവിഷൻസ് ആണ് പറയുന്നത്. ഇനി അടുത്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് പ്രൊവിഷൻസ് ഇൻ റെസ്പെക്ട് ഓഫ് കൺവെർജൻസ് അല്ലെ. അപ്പോ എന്താണ് കൺവെർജൻസ് എന്നാണ് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അഥവാ കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ഓർഗനൈസേഷൻ ടു സപ്പോർട്ട് CWSN, അഥവാ നമ്മുടെ CWSN അല്ലെ, അഥവാ ഈ സ്പെഷ്യൽ നീഡുള്ള കുട്ടികൾക്ക് വെറും സ്കൂളുകൾ മാത്രം അല്ലെ, പാരന്റ്സ് മാത്രം വിചാരിച്ചുകൊണ്ട് അവരുടെ ബെറ്റർ എഡ്യൂക്കേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൊസൈറ്റിയിലുള്ള വ്യത്യസ്തപരമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകൾ അവർക്കാവുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ നടത്തി കഴിഞ്ഞാൽ മാത്രമാണ് ഇതൊരു സക്സസ് ആയിട്ട് നമുക്ക് നടത്താൻ കഴിയും. അതിന്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അവരുടെ മെഡിക്കൽ അസസ്മെന്റുകൾ അല്ലെ ആൻഡ് ഡിസബിലിറ്റി സർട്ടിഫിക്കേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്താക്കണം കൊടുക്കാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കഴിയണം. ഡോക്ടർ എന്താക്കണം ഒരു കുട്ടിയെ വാലിഡേറ്റ് ചെയ്യണം, അവരെ കൺസൾട്ട് ചെയ്യണം, അവരുടെ ഇഷ്യൂ എന്താണ്, എന്നിട്ട് അതിന്റെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ പ്രൊവിഷൻസ് അവർക്ക് എന്താക്കുക പിന്നെ അവൈലബിൾ ആവാം. രണ്ടാമത്തെ ഒരു അതാണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. സോഷ്യൽ ജസ്റ്റിസ് അല്ലെ, പ്രൊക്യൂർമെന്റ് ഓഫ് ക്വാളിറ്റി അസിസ്റ്റീവ് ഡിവൈസസ് ആൻഡ് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് PWD അല്ലെ, അലൈൻമെന്റ് വിത്ത് നാഷണൽ സ്കീംസ് ആൻഡ് ലീഗൽ റൈറ്റ്സ്, അഥവാ ഇവർക്ക് വേണ്ട അസിസ്റ്റീവ് ഡിവൈസുകൾ എന്താക്കുക പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ ക്വാളിറ്റി സപ്പോർട്ട് മെറ്റീരിയൽസുകൾ എന്താക്കുക ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് എന്താക്കുക ഇവർക്ക് നാഷണൽ സ്കീമുകൾ, അതുപോലെ ഇത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള ലീഗൽ റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ഉറപ്പുവരുത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എംപവർമെന്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അത്തരത്തിലുള്ള ലീഗൽ റൈറ്റുകൾ പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യുക. അതുപോലെ നാഷണൽ കുറെ സ്കീമുകളുണ്ട് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക്, അത്തരത്തിലുള്ള നാഷണൽ സ്കീമുകൾ എന്താക്കുക ഇവരെ ലിങ്ക് ചെയ്യുക. പിന്നെ അടുത്ത ഒന്നാണ് NGOs, കമ്മ്യൂണിറ്റി മൊബൈലൈസേഷൻ ആൻഡ് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്. സോ ഇവിടെ എന്താക്കുക
കമ്മ്യൂണിറ്റി അവയർനെസ് കൊടുക്കാം. ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് NGO എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള എന്താണ് കമ്മ്യൂണിറ്റി അവയർനെസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് പ്രോഗ്രാമുകൾ കൊണ്ടുവരാൻ കഴിയുക. ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ വർക്ക്ഷോപ്പുകൾ, അതൊക്കെ ഒന്നും ലാഭം മുമ്പിൽ കണ്ടിട്ടില്ല, മറിച്ച് ഒരു കമ്മ്യൂണിറ്റി അവയർനെസ് പ്രോഗ്രാം ആയിട്ട് ഉണ്ടാക്കുക, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംഘടിപ്പിക്കുക പരിപാടികൾ. പിന്നെ അതുപോലെ അഞ്ചാമത്തെ ഒന്നാണ് ലോക്കൽ ബോഡീസ് ആൻഡ് പഞ്ചായത്ത്. ലോക്കൽ ബോഡീസ് ആൻഡ് പഞ്ചായത്തിന് കഴിയുന്ന എന്താക്കുക, ഇംപ്രൂവ് സ്കൂൾ ആക്സസിബിലിറ്റി. അല്ലെ, സ്കൂൾ ആക്സസിബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യമാണ് അവർക്ക് ചെയ്യാൻ പറ്റുക. മറ്റ് ലീഗൽ കാര്യങ്ങൾ ചെയ്യാൻ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ കൊണ്ടുവരിക, അതൊക്കെയാണ് ലോക്കൽ ബോഡീസ് പഞ്ചായത്തിന് ചെയ്യാൻ കഴിയുക. പിന്നെ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് IT, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്, അവര് ഡെവലപ്പ് എന്താണ് ഈ ഡിജിറ്റൽ കോണ്ടന്റുകൾ, അതുപോലെ തന്നെ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ. അപ്പൊ ലേണിംഗ് പ്ലാറ്റ്ഫോം, അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാക്കുക. ഇത്തരത്തിലുള്ള എന്താണ് മിനിസ്ട്രി ഓഫ് IT, അതുപോലെ ഇലക്ട്രോണിക്, ഇത്തരത്തിലുള്ള വിഭാഗങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അല്ലെ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്പെഷ്യലൈസ്ഡ് കരിക്കുലം ആൻഡ് മെറ്റീരിയൽ എക്സ്പെർട്ടൈസ്, അഥവാ എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷനുമായിട്ടുള്ള എക്സ്പെർട്ടൈസിനെ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് കരിക്കുലം മെറ്റീരിയൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ എല്ലാവരും കൺവേർജൻസ്, അല്ലെ, എല്ലാ മേഖലകളെ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് ഇത് ഏറ്റവും സക്സസ്ഫുൾ ആയി നമുക്ക് നടത്താൻ കഴിയാന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഒരു പോയിന്റ്, ലാസ്റ്റ് ഒരു പോയിന്റ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു 4th ചാപ്റ്ററിലുള്ള ലാസ്റ്റ് ഒരു സ്ലൈഡ് എന്നുള്ളത്. ബർഖ ഇൻക്ലൂസീവ് digital reading for all learners, NCERT innovation. So NCERT's Barkha reading series represent a landmark in inclusive educational materials, a fully digital accessible reading program designed to bring the joy of literacy to every child regardless of age. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചോദ്യം വരാൻ സാധ്യത ഒരുപക്ഷെ ഡയറക്ട്ലി എന്താണ് ഈ ബർഖ എന്നുള്ളത് ഡയറക്റ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ NCERT ഡെവലപ്പ് ചെയ്ത ഒരു ഇന്നോവേറ്റീവ് മെറ്റീരിയൽസ് ഏതൊക്കെയാണല്ലോ, അതിലൊന്നാമത്താണ് ബർഖ എന്ന് പറഞ്ഞ ഒരു റീഡിംഗ് സീരീസ് ആണ്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റീഡിംഗ് സീരീസ് ഫോർ ഓൾ നമുക്ക് പറയാം, അല്ലെ, ഒരു ഡിജിറ്റൽ ഇൻക്ലൂസീവ് റീഡിംഗ് സീരീസ് ആണ്. ഇവിടെ എന്താണ് കുറെ ബുക്കുകൾ, അല്ലെ, മൾട്ടിപ്പിൾ സ്റ്റോറി ബുക്ക് ലിസ്റ്റുകൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. അത് ഒരു വൺ ഡിവൈസിലൂടെ നമുക്ക് എന്താക്കും, ആ സ്റ്റോറീസുകളൊക്കെ നമുക്ക് ആക്സസിബിൾ ആവും. അത്തരത്തിലാണ് ഈ ബർഖ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നാണ് എന്ത്, ഓഡിയോ വീഡിയോ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ ആക്സസിബിലിറ്റി, അതുപോലെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രൈവസി. നമുക്ക് നോക്കാം, 40 സ്റ്റോറി ബുക്ക് ലിസ്റ്റ് ഇൻ വൺ ഡിവൈസ്, അതാണ് നമ്മൾ ബർഖയുടെ കാര്യം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ വിത്ത് സൈൻ ലാംഗ്വേജ്, അഥവാ ഓരോ സ്റ്റോറിക്കും, അഥവാ ഈ ബർഖയുടെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോവാണ്, അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറഞ്ഞു പോകുന്നത്. അഥവാ ആദ്യത്തെ പറഞ്ഞ നമ്മള് ഇതൊരു റീഡിംഗ് സീരീസ് ആണുള്ളത്. രണ്ടാമത്തെ ഒന്നാണ് അതിന്റെ തന്നെ, അതിൽ സ്റ്റോറീസ് തന്നെ അതിന്റെ ഓഡിയോ എക്സ്പ്ലനേഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ വീഡിയോ ഇൻട്രൊഡക്ഷൻ ഓരോ സ്റ്റോറീസിനും ഉണ്ടാവും. അതുപോലെ സൈൻ ലാംഗ്വേജ് സപ്പോർട്ടും ഡിവൈസിലുണ്ട്. മറ്റൊന്ന് പറയുന്നത് ഡിജിറ്റൽ ആക്സസിബിലിറ്റി ആണ്, അഥവാ NCERT വെബ്സൈറ്റ് നമുക്ക് ആക്സസിബിൾ ആണ്, ഈസി ആക്സസിബിൾ ആണ്. അഥവാ ഈ പദശാല പോർട്ടൽ അതിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് പ്രൈവസി, അഥവാ കുട്ടികൾക്ക് ഏത് നേരത്തും നമുക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കാര്യം വായിക്കാം, പിന്നെ നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഒരു സെൽഫ് ബേസ്ഡ് ലേണിംഗ് ആണ്. അതുപോലെ പ്രൈവറ്റ് ആൻഡ് സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ആണ്, അഥവാ പ്രൈവറ്റ് ആണ്, സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ്. അത്തരത്തിൽ കുട്ടികൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു റീഡിംഗ് സീരീസ് ആണ് ഈ ബർഖ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതുകൂടെ ഒന്ന് നോക്കുക. സോ ബർഖ exemplifies how thoughtful digital design can transform access, giving every child autonomy over their own learning journey. Okay, fine. അപ്പോ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് നമ്മളെ 4th ചാപ്റ്റർ അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കരുതിയത് ഇന്ന് 5th ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം തുടങ്ങണം. ഇപ്പൊ സമയത്തിലേ അവിടെ 9:45 ആയി അല്ലേ? ഞാനും സത്തു, ഞാൻ തൊണ്ടൊക്കെ അങ്ങനെ വരണ്ടു പോയിട്ടാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാൻ കഴിയുന്നതായിരിക്കും അല്ലെ? നമ്മളെ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പിന്നെ കുറച്ചുകൂടെ ഈസി ചാപ്റ്റർ ആണ് കേട്ടോ. ഈസി ചാപ്റ്റർ ആണ്, പിന്നെ വളരെ ഈസിയാണ്. അങ്ങനെ മനസ്സിലാക്കി ഞാൻ നോക്കിയെടുത്തോളം ഈസിയാണ്. അഥവാ മാനേജ്മെന്റ് ഓഫ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആണ്. അതിന്റെ മാനേജ്മെന്റ് എന്താണ്, അപ്പൊ അതിൽ വരുന്ന വെച്ചാൽ എന്തൊക്കെയാണ് അതിന്റെ ഇഷ്യൂസ്, അതിന്റെ സൊല്യൂഷൻസ് പറയാണ്. അതാണ് ആദ്യത്തെ ഒരു 2 സ്ലൈഡോളം. പിന്നെ
ടീച്ചേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്താണെന്നുള്ളത് അങ്ങനെ പറഞ്ഞു പോവാണ്. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. സ്റ്റിൽ ഞാൻ പറയാണ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് ഒക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എക്സാം എഴുതുമ്പോൾ എല്ലാം ഒരേ ആൻസർ ആയി പോരുത്. അപ്പൊ അതിനുള്ളൊരു മാറ്റത്തിനായിട്ടാണ് നമ്മൾ ഇതൊക്കെ കറക്റ്റ് പഠിച്ചു വെക്കുന്നത്. അപ്പോ ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. 2 പിന്നെ PPT അതാണ് പറയുന്നത്. അതിനുശേഷം എന്താണ് എവിഡൻസ് ബേസ്ഡ് ബിഹേവിയർ മാനേജ്മെന്റ് സ്ട്രാറ്റജി. അത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുന്നത്. അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ക്ലാസ് റൂം മാനേജ്മെന്റ് എന്താണ് കുറച്ച് കാര്യങ്ങൾ. അതോടുകൂടെ നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഓക്കെ ഫൈൻ. 2 സ്ലൈഡ് കൂടെയാണ് നമുക്കുള്ളത്. പക്ഷെ നാളെ തന്നെ നമുക്ക് എന്താക്കാം മാക്സിമം അത് 2 ഞാൻ പെട്ടെന്ന് എടുത്ത് പോകും. നാളെ നമുക്കത് തീർക്കണം. ഓക്കെ, എനിവേ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് മനസ്സിലായിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നേരത്തെ ചോദിച്ച സംശയത്തിന് ക്ലാരിറ്റി വരുത്തണമെങ്കിൽ നിങ്ങൾ എന്താക്കുക, അത് നാളെ ചോദിക്കൽ